അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി. ഈ ഖുർആൻ ഒരു വിഷയം പറഞ്ഞാൽ പിന്നെ അതിൽ സംശയത്തിന് അടിസ്ഥാനമില്ല. ലാ റൈബ ഫീഹി. അല്ലാഹുവിന്റെ ഗ്രന്ഥം പറഞ്ഞ കാര്യത്തിൽ പിന്നെ സംശയത്തിന്റെ സാന്നിധ്യം വേണ്ട. സമാധാനമില്ലാത്ത വീട് കൊണ്ടെന്ന് നേടാനാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുമ്പോ അല്ലാഹു പറയാൻ ഇനി എത്ര സന്തോഷവും സമാധാനമുള്ള വീടാകട്ടെ, ആ വീട് സ്വർഗം പോലെ എല്ലാവരും സമാധാനത്തോടെ ജീവിക്കുന്ന വീടാകട്ടെ. എത്ര വലിയ വീടാണെങ്കിലും എത്ര ചെറിയ വീടാണെങ്കിലും അല്ലാഹു പറയാണ് ആ വീട് നിനക്ക് എത്ര നാള് സ്വന്തമെന്നറിയോ? അല്ലാഹു നിശ്ചയിച്ചൊരു കാലാവധി വരെ അതിന് പാർക്കാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നിനക്ക് ആ വീട്ടിൽ ജീവനോട് ഇരിക്കാൻ കഴിയില്ല. എത്ര വലിയ വീടാണെങ്കിലും പടച്ചറപ്പ് തിരിച്ചു വിളിക്കുന്ന സമയത്ത് മണ്ണിന് മുകളിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് ആറടി മണ്ണിലേക്ക് തിരിച്ചു പോകേണ്ടവനാണെന്നുള്ള ബോധ്യത്തോടെയാണ് ആ വീട്ടിൽ നീ താമസിക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരാ, ഈ ദുനിയാവിൽ എത്ര സമാധാനമുള്ള വീടാകട്ടെ, അസമാധാനമാകട്ടെ, അശാന്തിയാകട്ടെ, ശാന്തിയാകട്ടെ, ആ വീടിന്റെ ഉള്ളിൽ നടക്കുന്നത് ശ്ലീലമാകട്ടെ, അശ്ലീലമാകട്ടെ, എന്തായാലും എത്ര വലിയ വീടാണെങ്കിലും ആ വീടിന്റെ മേൽക്കൂരയുടെ മോന്തായത്തിന്റെ താടയിലൂടെ മരണത്തിന്റെ ദൂതന് വരാൻ തടസ്സങ്ങളില്ല. അല്ലാഹു നിശ്ചയിച്ചൊരു കാലാവധി വരെ ഇതിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന ബോധം ആ വീട്ടിലെ താമസക്കാർക്കുണ്ടാവണം, ആ വീട്ടിലെ ഭാര്യക്കുണ്ടാവണം, ഭർത്താവിനുണ്ടാകണം, വാപ്പയ്ക്കുണ്ടാവണം, ഉമ്മക്കുണ്ടാവണം, മക്കൾക്കുണ്ടാവണം. അങ്ങനെ ഒരു ബോധം എന്നാണെങ്കിലും ഇവിടെ നിന്ന് തിരിച്ചു പോകേണ്ടതാണ്. ഒരു ദിവസം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ഞാൻ ഈ വീട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി പോകുമ്പോ അന്ന് എനിക്ക് എന്റെ ഭാര്യയോട് യാത്ര പറയാൻ കഴിഞ്ഞെന്ന് വരില്ല, എന്റെ മക്കളോട് യാത്ര പറയാൻ കഴിഞ്ഞെന്ന് വരില്ല. ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാഹിഹിം യർജിഊൻ. ആ വീട്ടിലെ കിടക്കുന്ന ഗൃഹനാഥരെ വന്ന് മരണദൂതൻ പിടിയെടുക്കുമ്പോ ഞാൻ എന്റെ വീട്ടുകാരോടൊന്ന് വർത്തമാനം പറയട്ടെ, അവരോട് പിണങ്ങിക്കടഞ്ഞവരോട് എന്റെ സ്നേഹബന്ധത്തെ ഒന്ന് കൂട്ടിയിണക്കട്ടെ, എന്റെ ഭാര്യയോട് പോയി വരട്ടെ എന്ന് 4 അക്ഷരം പറയട്ടെ എന്ന് മരണദൂതനോട് പറഞ്ഞാൽ നിശ്ചയിച്ച സമയം നിന്നൊരു നിമിഷം പോലും മുന്തലുമില്ല, പിന്തലുമില്ല. ഏത് സമയത്തും ഇവിടെ നിന്ന് ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ, യാത്ര പറയാനൊരു സമയം പോലുമില്ലാതെ ഞാൻ ഇറങ്ങിപ്പോകേണ്ടവനാണ് എന്ന ബോധ്യത്തോടെയാണ് ആ വീട്ടിൽ താമസിക്കുന്ന വീട്ടുകാരി ജീവിക്കേണ്ടത് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വ്യംഗ്യമായി സ്പഷ്ടമായി നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരാ, സഹോദരി, ഇണക്കങ്ങളും പിണക്കങ്ങളും പതിവായി കടന്നു പോകുന്ന ഈ ജീവിതത്തിന്റെ ഇടയിൽ പരസ്പരം നിങ്ങൾ പിണങ്ങരുത്. ഒരു യാത്ര പറയാൻ കഴിഞ്ഞെന്ന് വരില്ല, യാത്ര പറയാൻ കഴിയാതെ പിണങ്ങിക്കഴിഞ്ഞ രാത്രിയിൽ എഴുന്നേറ്റപ്പോ യാത്ര പറയാൻ കഴിയാതെ മരിച്ചു കിടക്കുന്ന ഭർത്താവിന് പള്ളിക്കാട്ടിൽ 6 മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് അവന്റെ നനവ് മാറാത്ത കുഴിമാടത്തിന്റെ മുകളിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ട്, പെണ്ണേ 30 വർഷം നീ എന്റെ കൂടെ താമസിച്ചിട്ട് അവസാനം മരിക്കുന്നതിന്റെ തലേ രാത്രി പിണങ്ങിക്കിടന്നിട്ട് നിന്നോടൊരു പിണക്കം തീർക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ പെണ്ണേ. എന്നാരടി മണ്ണിന്റെ ഉള്ളിൽ അടക്കം ചെയ്യപ്പെട്ട ഭാര്യയെ കെട്ടിപ്പിടിച്ച് കബറിടത്തിന്റെ കുഴിമാടത്തിന്റെ മുകളിൽ പൊട്ടിക്കരഞ്ഞിട്ടെന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് സഹോദരാ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഈ വീടിന്റെ മേൽക്കൂരയുടെ താഴത്ത് നിന്ന് എപ്പോഴാണ് ഒരാൾ കൊഴിഞ്ഞു പോകുന്നതെന്നറിയില്ല, എപ്പോഴാണ് വാപ്പ പോകുന്നതെന്നറിയില്ല, എപ്പോഴാണ് ഉമ്മയോട് സലാം പറയേണ്ടതെന്നറിയില്ല. അതുകൊണ്ട് ആ ബോധ്യത്തോടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ജീവിക്കണേ. എന്നാൽ അല്ലാഹു രണ്ടാമത് പറഞ്ഞ സക്കീനത്തും സമാധാനവും നിങ്ങളുടെ വീടുകൾക്കുള്ളിലുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
അള്ളാഹു നമ്മുടെ വീടുകളെ സമാധാനത്തിന്റെ വീടുകളാക്കി അള്ളാഹു നൽകുമാറാകട്ടെ. ആമീൻ പറയ്. ഞാൻ ഈ പറഞ്ഞൊരു ഖുർആന്റെ ഭാഷാർത്ഥമാണ്. ഒരു വീട്ടിൽ ഒരൊറ്റ ആയത്തിന് വീടിനെ കുറിച്ച് 3 പരാമർശമാണ് പടച്ചറപ്പ് പറഞ്ഞത്. ഉടമസ്ഥാവകാശം എനിക്കാണ്, തിരിച്ചെടുക്കാൻ ഏത് സമയത്തും കഴിവുള്ളതും എനിക്കാണ്. 2, ഒരു വീടെന്ന് പറഞ്ഞാൽ ആർഭാടത്തിന്റെ അവസാന വാക്കായി നിർവൃതിയോടെ കുടിച്ചു കുത്താടി കിടന്നിറങ്ങി പാതിരാത്രിയിൽ ശ്വാനന്മാരെ പോലെ ശയിക്കേണ്ട ഭവനമല്ല അത്. സമാധാനത്തോടെ ജീവിക്കണം വീട്ടിൽ. അങ്ങനെ സമാധാനം നിന്റെ വീട്ടിലുണ്ടാക്കണം െങ്കിൽ ആ വീടിന്റെ മേൽക്കൂരയുടെ കീഴിൽ കിടന്നുറക്കുന്നവരുടെ മനസ്സിൽ ഒരൊറ്റ ചിന്തയുണ്ടായാൽ മതി, എപ്പോഴാ മരിക്കണതെന്നറിയില്ല എന്ന ഒരു ബോധ്യം ഭർത്താവിനുണ്ടെങ്കിൽ ഭാര്യയോട് പിണങ്ങോ? നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരടപ്പ? അതിനകത്ത് ഇപ്പൊ 2 മണിക്കൂർ കൗൺസിലിംഗ് ക്ലാസ് ഒന്നും വേണ്ട, 10 ദിവസത്തെ വകലും വേണ്ട. ഒരു മേൽക്കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന വാപ്പയും ഉമ്മയും മക്കളും ഭാര്യയും ഭർത്താവും കൽബിന്റെ ഉള്ളിൽ ഒറ്റ മൂലി വെച്ചു വരുത്താൽ മതി. ആ ഒറ്റമൂലി വേറൊന്നുമല്ല, ഇവിടെ എത്ര നാള് താമസിക്കണമെന്ന് ജഗന്നിയന്താവായ തമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കോറിയിട്ടിട്ടുണ്ട്. എപ്പോഴാ പിടഞ്ഞു വീഴണതെന്നറിയില്ല. കൂടെ കിടന്ന ഭാര്യയോട്, എന്റെ മക്കളെ പ്രസവിച്ച് തന്നവളോട്, എന്റെ മക്കളെ പാലൂട്ടി വളർത്തിയവളോട് എനിക്കൊരു സലാം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് പിണക്കം വേണ്ട എന്ന് കരുതിയാൽ ഒരു വീട് സമാധാനത്തിന്റെ ഗേഹമാകാൻ പിന്നെ വേറൊരു ചികിത്സ ആവശ്യമുണ്ടോ? ഉണ്ടോ ഡോക്ടറെ? ഇല്ല. ഏതൊരു മനുഷ്യനെ ഈ സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരൊറ്റ ചിന്ത മതി. ഖുർആൻ പറഞ്ഞ ഒരു ഒറ്റമൂലിയുണ്ട്. ആ ഒറ്റമൂലി മരിക്കുമെന്ന ഓർമ്മയാണ്. യുഎഇയിലെ ശീതീകരിച്ച റൂമിൽ ലനനാമണികളായ പെൺകുട്ടികളുടെ കൂടെ ചാരിക്കടന്ന് തന്റെ ജീവിതത്തിന്റെ വന്ന സമ്പത്തിൽ തിമിർത്താടിയ ഒരു വലിയ ബിസിനസ്സുകാരൻ. കേരളത്തിൽ നിന്ന് പ്രബോധകനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി. പി എയോട് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ആ സമയത്ത് പി എ ചോദിച്ചിട്ട് പറഞ്ഞു, MD ക്ക് ഇപ്പൊ കാണാൻ സമയമില്ല, അദ്ദേഹം തിരക്കില്. സാധാരണ ചില MD മാര് പറയുന്ന ചില വാക്കുകളാണത്. എന്ന് പറഞ്ഞാൽ നിനച്ചിരിക്കാടെ പണം വരുമ്പോ പിന്നെ മനുഷ്യനെ കാണാൻ സമയം ഉണ്ടാവില്ല. അങ്ങനെയുണ്ട്. അങ്ങനെ ചില ആളുകളുണ്ട്. അദ്ദേഹം പറഞ്ഞു തിരക്കാണ്, പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതാണ്, എനിക്ക് പൈസ വേണ്ട, ഞാൻ പൈസ വാങ്ങിക്കാൻ അദ്ദേഹത്തിന്റെ സമ്പത്തിന് വന്നതല്ല, എനിക്ക് അദ്ദേഹത്തോട് 10 മിനിറ്റ് സംസാരിക്കണം. രണ്ടാമത് പി എ ഓഫീസ് റൂമിൽ പോയപ്പോ സുന്ദരികളായ സെക്രട്ടറിമാരായ പെൺകുട്ടികളുടെ ഇടയിൽ നിന്നുകൊണ്ട് അയാൾ പറഞ്ഞു, സമയമില്ല, പൊക്കോളാൻ പറയും മൂലിയാരോട്. മൂലിയാരൻ രണ്ടാമത് വന്നിട്ട് പറഞ്ഞു, സമയമില്ല, നിങ്ങൾ പോവുക, പിന്നീട് വരിക. അദ്ദേഹം പോകാൻ തയ്യാറായില്ല. വീണ്ടും 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 ഒരു പ്രബോധകൻ അങ്ങനെയാണ് ആട്ടി ഓടിച്ചാൽ പോവുകയില്ല. കാരണം ഈ പ്രബോധകരുടെ മുഴുവനും മാതൃക ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണാസന്നനായി കിടക്കുമ്പോൾ ഒരു സഹാബി തന്റെ ജീവിതത്തിന്റെ ചരിത്രം അയവിറക്കുന്നുണ്ട്. എന്റെ വീടിന്റെ മുമ്പിലേക്ക് വന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വാതിലിൽ മുട്ടി ഞാൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ, നീ എന്റെ കളിക്കൂട്ടുകാരനാണ്, എന്റെ കുടുംബക്കാരനാണ്, ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കണേ. ഞാൻ മുഹമ്മദിനെ എന്റെ വായിൽ വന്ന ചീത്ത മുഴുവനും വിളിച്ചു, എന്റെ വാതിൽ കൊട്ടി അടച്ചു, ഞാൻ ആട്ടിവിട്ടു മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2-ാം ദിവസം പ്രഭാതത്തിൽ വീണ്ടും എന്റെ വാതിലിൽ മുട്ടുകേട്ടു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമെ ആവശ്യത്തിലധികം ചീത്ത വിളിച്ച് ആട്ടി ഓടിച്ച വീടിന്റെ വാതിലിൽ ഞാൻ അടച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയോടെ തിരിച്ചുപോയി. ആ മനസ്സിൽ വിദ്വേഷമില്ലല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3-ാമത്തെ ദിവസവും എന്റെ വീടിന്റെ പ്രഭാതത്തിൽ മുട്ടുകേട്ടു. വാതിൽ തുറന്നപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബവും വാപ്പയും ഉമ്മയും ചേർത്ത് ഞാൻ ചീത്ത വിളിച്ച് ഇറക്കി വിട്ട് വാതിൽ കൊട്ടിയടച്ചു. അദ്ദേഹം പറയാണ്,
99 പ്രാവശ്യം എന്റെ വീടിന്റെ മുമ്പിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ഒട്ടിയൊടിച്ചു. 99ാമത്തെ പ്രാവശ്യം വീണ്ടും എന്റെ വാതിൽ മുട്ടുകെട്ടു. ഞാൻ വാതിൽ തുറങ്ങിയപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, കൂട്ടുകാരാ ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, കൂട്ടുകാരാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ. എനിക്ക് എന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ പിടിച്ച് ഞാൻ തള്ളി. എന്റെ പ്രവാചകൻ എന്റെ വീട്ടുമുറ്റത്ത് മലർന്നു വീണു. ശരീരത്തിൽ മണ്ണ് പറ്റി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോകുന്നത് ഞാൻ നോക്കി നിന്നു. വാതിലടച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി ഒരിക്കലും മുഹമ്മദ് എന്റെ വീട്ടുമുറ്റത്ത് വാതിലിൽ മുട്ടില്ല. ആ സഹാബി പറയാൻ 100ാമത്തെ പ്രാവശ്യം വീണ്ടും രാവിലെ വാതിൽ മുട്ടുകെട്ടു. ഞാൻ വാതിൽ തുറന്നു നോക്കുമ്പോൾ സുസ്മേരവദനായി 1000 മൂന്നിലാ ചന്ദ്രന്റെ പുഞ്ചിരിയും പൊടിച്ചു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അന്ന് ആദ്യമായി ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചു, 99 പ്രാവശ്യം തെറി വിളിച്ച് പെടലിൽ പിടിച്ചു തള്ളിയിട്ടും ഈ മനുഷ്യൻ എന്തിനാണ് എന്റെ വാതിൽ മുൻകൽ വന്നത്? ഒരു ലാഭേച്ഛയുമില്ലാതെ. അന്നാദ്യമായി ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾക്ക് ചെവി കൊടുത്തു. ഞാൻ ആ ചെവി കയ്യിൽ പിടിച്ചു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ സഹാബി പറയാൻ, ഞാൻ കഴുത്തിൽ പിടിച്ച് തള്ളി താഴെയിട്ടപ്പോ അടുത്ത ദിവസവും നിരാശയോടെ എന്റെ പ്രവാചകൻ എന്റെ വാതിൽ മുട്ടാതിരുന്നെങ്കിൽ ഇന്ന് ഞാനൊരു മുസ്ലിമായി മരിക്കുമായിരുന്നില്ല, ഒരു ഷഹാദത്ത് കലിമ എനിക്ക് പറയാൻ കഴിയുമായിരുന്നില്ല എന്ന് സഹാബി തന്റെ മരണസമയത്ത് അയവിറക്കുന്നുണ്ട്. അത് ഇരിക്കുന്ന പണ്ഡിതന്മാരെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആക്ഷേപിച്ചിട്ടും അപഹസിച്ചിട്ടും വീണ്ടും വീണ്ടും പുഞ്ചിരിയോടെ നിങ്ങളോട് പ്രബോധനം ചെയ്യുന്നത്. ഈ പ്രബോധന രീതിയിലെ മാതൃക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയതുകൊണ്ടാണ്. പ്രബോധകർ അങ്ങനെയാണ്, തിരിച്ചു പോവുകയില്ല. അവർ തിരിച്ചു പോകാൻ വന്നവരല്ല. ഹുമുത്തബഉ ശരീഅത ഫീ ഖുത്താഹ വഅൽഖൗ മാ യലീഖു ബിഹി റഹീബ വമദ്ദു ദില്ലഹാ ശർഖൻ വഗർബ വഹാദൽ ബഹ്റ വഗ്തനകുൽ ഹീബ. അവർ തിരമാലകളോട് സന്ധിയില്ല സമരം ചെയ്തവരാണ്. ഈ മനുഷ്യൻ പോയില്ല. മൂന്നാമതും പറഞ്ഞു, എനിക്ക് ഇദ്ദേഹത്തെ കാണണം. പിയെ പറഞ്ഞു, പറ്റില്ല. അവസാനം ഇദ്ദേഹം പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, എനിക്ക് അദ്ദേഹത്തോട് ഒരു വാക്ക് പറയാനുള്ളൊരു സമയം തന്നാൽ മതി, ഞാൻ പൊക്കോളാം. ഒന്നും വേണ്ട. പിയെ പോയിട്ട് പറഞ്ഞ അയാൾ പോകാൻ തയ്യാറാകുന്നില്ല. ഒരു വാക്ക് പറയാൻ, 1 മിനിറ്റ് പോലും വേണ്ട, ഒരു വാക്ക് പറയാനുള്ള അവസരം നൽകിയാൽ മതി. അവസാനം അയാൾ സുന്ദരികളായ പെൺകുട്ടികളുടെ നടുവിൽ റിവോൾവിംഗ് ചെയറിൽ ഇങ്ങനെ ആടിക്കളിക്കുന്ന കോടിപതി അവസാനം പറഞ്ഞാൽ പിന്നെ പറയാനുള്ളത് പറഞ്ഞിട്ട് പോവട്ടെ. നമ്മൾ പറയില്ലോ, അവനെ പറഞ്ഞു ഇവിടെ ഭണ്ഡാറടങ്ങാൻ പറഞ്ഞിട്ട് പോട്ടെ, അതോടെ തീരുമല്ലോ. സാധാരണ നമ്മൾ ഒഴിച്ചുവിടുന്ന ഒരു വാക്കുണ്ടല്ലോ, അവൻ വരട്ടെ വന്ന് പോട്ട്, അതോടെ തീരുമല്ലോ. ഇയാൾ പറഞ്ഞു വന്നിട്ട് പോവട്ടെ, കുഴപ്പമില്ല. ആ ഒരു വാക്ക് പറഞ്ഞാൽ ശല്യം തീരുമല്ലോ. ഈ മഹാനായ പ്രബോധകൻ റൂമിന്റെ വാതിൽ തുറന്നു. റിവോൾവിംഗ് ചെയറിൽ ഇങ്ങനെ കറങ്ങി സെക്രട്ടറിമാരായ പെൺകുട്ടികളുടെ ഇടയിൽ കോടീശ്വരതയുടെ പണാധിപത്യത്തിന്റെ മുകളിൽ മനസ്സ് മഞ്ഞളിച്ചു പോയ കറങ്ങുന്ന ചെയറിൽ കറങ്ങുന്നവന്റെ നേരെ വന്നു, മുഖത്തേക്ക് വിരൽ ചൂണ്ടി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം നീ മരിക്കും. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, വാക്ക് പാലിച്ചു. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങി തിരിഞ്ഞു നടന്നു, വാതിലടച്ചു. അതേവരെ അഹങ്കാരത്തോടെ കറങ്ങിയ ആ മനുഷ്യന്റെ കറക്കം നിലച്ചു. അയാൾ നിശ്ചലമായി, അയാളുടെ കൽബ് പെടഞ്ഞു, അയാളുടെ ആത്മാവ് മന്ത്രിച്ചു, ശരിയാണല്ലോ, ഞാൻ മരിക്കുമല്ലോ. പരിഭ്രാന്തിയോടെ അയാൾ പറഞ്ഞു, ആ മനുഷ്യനെ ഒന്നുകൂടി തിരിച്ചു വിളിക്കൂ, എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കണം. സമയമില്ലെന്ന് പറഞ്ഞ ആൾ ഇറങ്ങിപ്പോയ ആളെ തിരിച്ചു വിളിച്ചു. അടുത്തേക്കിരുന്ന്, എന്താണ് നിങ്ങളത് പറഞ്ഞത്? ആ മഹാനായ മനുഷ്യൻ അവനോട് സംസാരിക്കാൻ തുടങ്ങി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാളുടെ മനസ്സ് മാറി. പിന്നീട് അയാളുടെ ശിഷ്ടകാല ജീവിതം മുഴുവനും പരിശുദ്ധ ദീനിന്റെ അടിസ്ഥാനത്തിലായി. അയാൾ നിർമ്മിച്ച പള്ളികൾ ഇന്ന് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ വാങ്കൊലികളുമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ മനുഷ്യൻ 6 അടി മണ്ണിൽ എവിടെയോ പോയി അസ്തമിക്കുകയും ചെയ്തു. സഹോദരാ, ഞാൻ പറഞ്ഞ ഒരു വാക്ക് 2 മണിക്കൂർ പ്രസംഗം വേണ്ട, ഒന്നേ പറഞ്ഞുള്ളൂ, ഒരു ദിവസം നീ മരിക്കും. ഇതിനപ്പുറത്തേക്ക് ഏത് വാക്കാണ് പറയാനുള്ളത്? അതുകൊണ്ടാണ് എല്ലാ ജീവിതത്തിന്റെയും ഒറ്റമൂലിയായി
എല്ലാത്തിന്റെയും അടിസ്ഥാനമായി അല്ലാഹുവിന്റെ ഖുർആനിന്റെ വീട്ടില് ഭാര്യ ഭർത്താക്കന്മാരുടെ സാഹോദര്യവും സ്നേഹവും സഹവർത്തിത്വവും ഉണ്ടാകണോ? വാപ്പയും ഉമ്മയും തമ്മിൽ പിണങ്ങാതിരിക്കണോ? വാപ്പയും മക്കളും തമ്മിൽ അകലാതിരിക്കണോ? എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായൊരു കാരണം ഒരു ദിവസം ഇവിടെ നിന്ന് ഞാൻ ഒരുങ്ങിപ്പോകുമെന്നുള്ള, ഏത് ദിവസവും ഇവിടെ നിന്ന് ഞാൻ വിട പറയണമെന്നുള്ള ബോധ്യമുണ്ടാകണേ. അങ്ങനെ ആ ബോധ്യത്തോടെ ജീവിച്ചവരാണ് ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള വീട്ടിൽ ജീവിച്ചതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ഒരു ബോധ്യത്തോടെ ജീവിച്ചവരാണ് ലോകത്തിൽ ഏറ്റവും വലിയ പട്ടിണി കിടക്കുകയും എന്നാൽ ഏറ്റവും വലിയ ദാരിദ്ര്യം അനുഭവിക്കുകയും ഏറ്റവും വലിയ സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്ത വീട് ഈ ബോധ്യത്തോടെ ജീവിച്ച ഒരു വീടായിരുന്നു. ഈ ബോധ്യമുള്ള വീട്ടുകാരുടെ വീടായിരുന്നു. ആ വീട് ഏതാണ്? ആ വീടേതാ? നിങ്ങളെന്ത് മനുഷ്യന്മാരോടൊപ്പ? ആ വീടേതാ? ആ വീടാണ് ബൈത്തുൽ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ ലോകത്തിലെ ഏറ്റവും വലിയ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുകയും എന്നാൽ ഏറ്റവും വലിയ സമാധാനത്തോടെ ജീവിക്കുകയും ചെയ്ത ഒരു വീടുണ്ട്. ആ വീടാണ് 8 മുഴം നീളമുള്ള 10 മുഴം വീതിയുള്ള, ആകാശത്ത് മഴ പെയ്താലും മഴത്തുള്ളി മുഴുവനും തടം തള്ളിയാ തുടങ്ങി ഗൃഹനാഥന്റെ താടിരോമങ്ങളിലൂടെ ഒലിച്ചിറങ്ങിയ ഒരു പഴയ വീടുണ്ടായിരുന്നല്ലോ. ആ വീട്ടിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംതൃപ്തരായ കുടുംബം ജീവിച്ചത്. ആ വീട് ഏതൊരു വീടെന്നറിയോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ? ആ വീടിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ പറ. ഇന്നൊരു നല്ല സദസ്സ് കിട്ടിയ ഭാഗ്യവാന്മാരാണ് നിങ്ങള്. സയ്യിദന്മാർ, വരേണ്യരായ പണ്ഡിതന്മാർ എല്ലാവരും ഉള്ള ഒരു മഹാസദസ്സാണിത്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ നീട്ടിപ്പരത്തി പറയണില്ല. അല്ലാഹു നമ്മുടെ പണ്ഡിതന്മാർക്ക്, നമ്മുടെ ഉസ്താദന്മാർക്ക് ആരോഗ്യത്തോടെ ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങളും നമ്മളോട് യാത്ര പറഞ്ഞു പോവുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞ ഇനി ഒന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാം. അങ്ങനെയുണ്ടല്ലോ നമ്മള് വലിയ ഉസ്താദന്മാരൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു മനസ്സിന്റെ ഉള്ളിൽ ഒരു അദബ് കൊണ്ടുണ്ടാകുന്ന ഒരു സങ്കുചിതത്വമുണ്ട്. അദബിന്റെ പേരിൽ അല്ലാഹു നമ്മുടെ അദബിനെ നിലനിർത്തി തരട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആ വീടാണ് ഏത് വീടെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന് പേര് വെച്ചതേതെന്നറിയോ? സൂറത്തുൽ ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ ആ സൂറത്തിന്റെ അർത്ഥം എന്താണ്? ഹുജർ എന്ന് പറഞ്ഞാൽ മുറികൾ, ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ മുറികൾ. ഏതെങ്കിലും ഒരു വീടിന്റെ മുറികളുടെ ഒരു പേരിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുകൾ അവതരിപ്പിച്ചെങ്കിൽ ആ വീട്ടുമുറികൾ ഏതെന്നറിയോ? അത് ബ്രൂണൈ സുൽത്താന്റെ കൊട്ടാരത്തിന്റെ റൂമല്ല. അത് ഈ ലോകത്തുള്ള കോടാനുകോടി മുസ്ലിം സമൂഹത്തിന്റെ കൊൽവിന്റെ രാജകുമാരന് സുൽത്താനുമായ സുൽത്താനുൽ ആലമീൻ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടാണത്. ആ വീടിന്റെ റൂമുകളാണ് ലോക ചരിത്രത്തിൽ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടത്. സഹോദര സഹോദരി, എന്തുകൊണ്ടാണ് ഇത് ചരിത്രത്തിന്റെ പരാമർശമായത്? ആ റൂമിന്റെ വർണ്ണശബളിമ കൊണ്ടല്ല, ആ റൂമിന്റെ ഭിത്തിയുടെ കമനീയത കൊണ്ടല്ല, അതിൽ പിടിച്ച ഡെക്കറേഷന്റെ സൗന്ദര്യം കൊണ്ടല്ല. പിന്നെയോ ആ റൂമിന്റെ ഉള്ളിൽ വസിച്ച ഭാര്യ ഭർത്താക്കന്മാരുടെ കൂട്ടുകുടുംബാദികളുടെ ത്യാഗത്തിന്റെ കഥകൾ കൊണ്ടാണത് ചരിത്രത്തിന്റെ പരാമർശമായി മാറിയെങ്കിൽ
അതാരുടെ വീടെന്നറിയുമോ? ഈ കണ്ണിയത്ത് അക്കാഡമിയിൽ കോരിച്ചൊരിയുന്ന പെരുമടയത്തും ഈ വിനീതനക്കൽ കാണെത്തിയ പ്രിയപ്പെട്ട കാസർഗോഡ് സ്ത്രീകളോട് ഓർമ്മിപ്പിക്കട്ടത് ആരുടെ മുറിയെന്നറിയോ? അതാണ് ഹുജുർ ആയിഷ റളിയല്ലാഹു തആല അൻഹാ. അതാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല കിടന്നുറങ്ങിയ റൂമാണത്. സഹോദരി, എത്ര വലിയ അനുഗ്രഹമാണ് പടച്ചറപ്പ് ചെയ്തു കൊടുത്തത്. ആയിഷ റളിയല്ലാഹു തആല സുൽത്താന്റെ റാണി ആയതുകൊണ്ടാണോ നറൽ ഹിലാല തുമ്മൽ ഹിലാല തുമ്മൽ ഹിലാല ഷഹറൈനി മുത്തതാബിഐനി വഫീ അബിയാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനസ്തൗഖിദു നാറാ. ഒരു മാസം കടന്നുപോയി, രണ്ടാമത്തെ മാസവും കടന്നുപോയി, മൂന്നാമത്തെ മാസവും കടന്നുപോയി. അല്ലാഹുവിന്റെ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഈ വീട്ടിലെ അടുപ്പിന് തീ പുകയാത്ത 3 മാസം കടന്നുപോയിട്ടുണ്ടെന്ന് ആ വീട്ടിലെ ഗൃഹനായിക ചരിത്രത്തിൽ സാക്ഷ്യപത്രം നടത്തിയ പട്ടിണിയും പരിവട്ടവും നിറഞ്ഞ ഒരു വീടല്ലയോ അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തോട് എടുത്ത് പരാമർശിച്ചത്? എന്തുകൊണ്ടാണിത് സാധ്യമായതെന്ന് ചോദിക്കാൻ നമ്മുടെ വീടുകളെ അങ്ങനെ ആത്മീയതയുടെ തലമാക്കി മാറ്റാൻ നമുക്ക് കഴിയേണ്ടതില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, എത്ര മനോഹരമായ വീട്ടിലാണ് നമ്മൾ കിടന്നുറങ്ങിയത്, എത്ര മനോഹരമായ ബെഡ്റൂമിലാണ് നമ്മൾ ഭർത്താവിനോടൊത്ത് ശയിച്ചത്. പക്ഷേ നമ്മുടെയൊക്കെ വീടുകളുടെ അവസ്ഥ എന്താ? ആ വീടുകളെ നമുക്ക് മദീനത്തിന്റെ വീടുകളാക്കി മാറ്റണ്ടേ, മദീനത്തിന്റെ നബവിയുടെ ചാരത്ത് കിടക്കുന്ന വീടുകളാക്കി മാറ്റണ്ടേ, ആത്മീയതയുടെ കളിത്തൊട്ടിലായ വീടാവണ്ട കാസർഗോഡ് എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട്. ആ ചോർന്നലിക്കുന്ന ചെറ്റപ്പുരയിലാണ് ഫാത്തിമ റളിയല്ലാഹു തആല എന്ന പെണ്ണിന് ജന്മം നൽകപ്പെട്ടത്. ആ വീട്ടിലാണ് ലോകചരിത്രത്തിന്റെ മാതൃകാ വനിതകൾ രൂപാന്തരപ്പെട്ടത്. ആയിഷ റളിയല്ലാഹു തആല അടക്കമുള്ള ഹഫ്സ അടക്കമുള്ള ലോകത്തിന്റെ മഹിളാരത്നങ്ങൾ രൂപമെടുത്തത് എവിടെയാ? അത് ബ്രൂണൈ സുൽത്താന്റെ കൊട്ടാരത്തിന്റെ അകത്തളത്തിലല്ല, അത് ചെങ്കോട്ടയുടെ മുകളിലല്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ രാത്രി സമയത്ത് അത്താഴം കഴിക്കാതെ വയറൊട്ടിക്കിടന്നപ്പോ ആ വയറ്റിലേക്ക് കാൽമുട്ടുകൾ ചുരുട്ടി വെച്ചിട്ട് അത്താഴം കഴിക്കാതെ കൊഞ്ചു കിടക്കുന്ന പോലെ ചുരുണ്ടു കിടന്ന പട്ടിണിയുടെ ഭവനത്തിലാണ് ഫാത്തിമ റളിയല്ലാഹു തആല ജന്മമെടുത്തത്. പെങ്ങളെ, അവിടെയാണ് സൗദ ജീവിച്ചത് മോളെ. അവിടെയാണ് ലോകത്തെ ഏതൊരു പെണ്ണും ആഗ്രഹിച്ചു പോകുന്ന ആയിഷ റളിയല്ലാഹു തആല ജന്മമെടുത്തത്. ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദാ സഫിയ്യത്തും മൈമൂനത്തും വാ റംലാ ഹിന്ദും വ സൈനബുൻ കദാ ജുവൈരിയാ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയാ. പണ്ട് കാലത്ത് നമ്മുടെ ഈ സ്ഥലത്തിന്റെ പേരെന്താ? ബദിയത്തടുക്ക. നമ്മുടെ ഈ ബദിയത്തടുക്കല് പഴയകാല പള്ളി മദ്രസയുടെ ഉള്ളില് 2 കാലും ഇങ്ങനെ കിളവങ്കാക്കാടെ പല്ലാടുന്നത് പോലെ 2 കാലാടിയ തടിവെഞ്ചിലിരുന്ന് പള്ളിയിലെ മൊല്ലാക്ക് നമുക്ക് പാടിത്തന്ന നബിതങ്ങളുടെ ഭക്തിമാരുടെ ഈരടിയുണ്ടല്ലോ. ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദാ. പാട് മനുഷ്യന്മാരെ, നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരാണിത്? ഇത് പണ്ട് മൊല്ലാക്ക ആടിയലകുന്ന തടി ബെഞ്ചിലിരുന്നിട്ട് ഈണത്തിൽ നമുക്ക് പാടിത്തന്ന ധാർമ്മികതയുടെ പാഠങ്ങളല്ലേ? ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദാ സഫിയ്യത്തും മൈമൂനത്തും വാ റംലാ. ഹിന്ദും വ സൈനബുൻ കദാ ജുവൈരിയാ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയാ. ഇത് വാക്കവി ഈ അടുത്ത സമയത്ത് കാണാതെ പഠിച്ചതല്ല. എനിക്ക് ജന്മം നൽകിയ ഇടുക്കി ജില്ലയിലെ പെരിയാർ തളങ്കെട്ടിയാറുന്ന മനോഹരമായ പച്ചപ്പരവതാനി വിരിച്ച പുൽമേടുകളുടെ താഴ്ഭാഗത്ത് കാലിൽ കിടക്കുന്ന സുന്ദരി പെണ്ണിന്റെ കുലുസു പോലെ തടം തള്ളിയാത്തൊടുക്കുന്ന കാഞ്ഞാർ പുഴയുടെ തീരത്തുള്ള കാഞ്ഞാർ ജുമാ മസ്ജിദിലെ പുഴയുടെ ഓളങ്ങളോട് കഥ പറഞ്ഞ മദ്രസയിലിരിക്കുമ്പോ എന്നെ ആദ്യം പഠിപ്പിച്ച എന്റെ ഗുരുനാഥൻ അബൂബക്കർ മുസ്ലിയാർ, അല്ലാഹു
അല്ലാഹു ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ. അന്ന് ആ പഴയ തടിമഞ്ചിലിരുത്തിയിട്ട് പാടിത്തന്ന പാട്ടാണിത്. ഈ പാട്ട് വെറും ഒരു പെണ്ണുങ്ങടെ 10 പെണ്ണുങ്ങടെ പേരല്ല, ഇത് 10 ചരിത്രത്തിന്റെ പേരാണ്. ആയിഷ റളിയല്ലാഹു തആല ഒരു ചരിത്രമാണ്. ചെറുപ്പകാലത്തിലെ പരിശുദ്ധ ദീനിനെ മുറുകെ പിടിച്ചിട്ട് തന്റെ ഭർത്താവിന്റെ ചാരത്ത് പ്രതിസന്ധികളിൽ ഇളകാത്ത കൊടുങ്കാട്ടിൽ ഇളകാത്ത മഹായാനം പോലെ പിടിച്ചു നിന്ന് ചരിത്രത്തിലോട്ട് നടന്നു കയറിയ ഒരു മഹിതാമണിയായ സ്ത്രീരത്നത്തിന്റെ പേരാണ് ആയിഷ ഹഫ്സ റളിയല്ലാഹു തആല അൻഹാ. ഒരു കാലത്ത് ഉക്കാല ചന്തയിലെ തമ്മാടിയായി നടന്ന വാപ്പാടെ മകളായി പറഞ്ഞിട്ട് അവസാനം ആത്മീയ ലോകത്തിന്റെ അത്യുന്നതയിൽ കടന്നുപോയ ഉപ്പ കൈപിടിച്ചു കൊടുത്ത മുത്ത റസൂലിന്റെ ജീവിതത്തിന്റെ സഹധർമ്മിണിയുടെ ചരിത്രമാണത്. ഹഫ്സ സൗദ റളിയല്ലാഹു തആല അൻഹയോ വാർദ്ധക്യകാലത്ത് തന്റെ ഭർത്താവിന്റെ മുമ്പിൽ സമർപ്പണത്തോടെ ജീവിച്ച ഒരു വാർദ്ധക്യത്തിന്റെ ജീവസമത്വത്തിന്റെ പേരാണ് സൗദ. വീട്ടിപ്പരത്തി പറയുന്നില്ല സഹോദരാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൊച്ചു വീട്ടിന്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഈ മകളാനന്ദങ്ങളാണ് ഇന്ന് ഈ പാതിരാ സമയത്ത് ബദിയത്തടുക്കയിൽ വിനീതനായ കബീർ വാക്കബി മകൾ പറയുമ്പോ അവരുടെ പേര് പറയുമ്പോ റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ, അല്ലാഹു അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയാൻ മാത്രം ആത്മീയതയുടെ കളിത്തൊട്ടിലായി ജീവിക്കാൻ ആ കൊച്ചു വീടുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശത്തും മഴപെയ്താൽ ചോർന്നിരിക്കുന്ന ഈത്തപ്പന മരത്തിന്റെ ഓല കൊണ്ടുണ്ടാക്കിയ വീട്ടില് ഫാത്തിമ എന്ന മഹിളാരത്നത്തിന് ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ വീടിന്റെ ഉള്ളില് ഫാത്തിമമാര് ജന്മമെടുക്കുമോ? നമ്മുടെ വീട്ടിൽ ആയിഷ എന്ന ഭാര്യ ഉണ്ടാകുമോ? നമ്മുടെ വീട്ടിൽ ഫാത്തിമ എന്ന പൊന്നുമോൾ ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പടച്ചറപ്പ് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് പറയലാണ് എന്റെ ലക്ഷ്യം. നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഫാത്തിമ പറക്കുമോ? പറക്കോ? നമ്മുടെ വീട്ടിൽ ഫാത്തിമ പറക്കോ? എന്താ നിങ്ങൾ പറയാത്തത്? ഞാൻ പറയുന്നത് അസ്ട്രോണമി അല്ല, ജോഗ്രഫി അല്ല, ഫിസിക്സ് അല്ല, ഒരു രസതന്ത്രവും അല്ല, ആൽബർട്ട് ഐൻസ്റ്റീന്റെ തന്ത്രവും അല്ല, അരിസ്റ്റോട്ടിലിന്റെ തിയറിയുമല്ല, സോക്രട്ടീസിന്റെ യുക്തിയുമല്ല. ഞാൻ പറയുന്നത് ഞാനും നിങ്ങളും ഇന്ന് വരാൻ നേരത്ത് താഴിട്ട് കൂട്ടിയിട്ട് വന്ന നമ്മുടെ വീടിന്റെ ഉൾത്തടത്തിന്റെ ചരിത്രം. അതിന്റെ അപ്പുറത്തേക്കൊന്നൊരു വിഷയമില്ലല്ലോ. ഉണ്ടോ? നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരാടപ്പാ? അങ്ങനെ ഉണ്ടോ ഹബീബിങ്ങളെ? ഇല്ലല്ലോ. നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഫാത്തിമ പറക്കുവോ? അങ്ങനെയാണെങ്കിൽ കോടതി വരാന്തകളിൽ മോളെ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ചിട്ടൊരു വാപ്പയും നിലവിളിക്കില്ലല്ലോ. അത് പറഞ്ഞ ഖലീൽ മുദവിക്ക് കേസ് പറയേണ്ട കഥ വരില്ലല്ലോ. ഇന്നിപ്പോ എന്ന് പറഞ്ഞാൽ നന്മ പറയുന്നതിനെതിരെ രാക്ഷസ കൂട്ടം ആക്രോശിച്ചു വരും. അതൊക്കെ കേട്ടിട്ട് നമ്മൾ പറയല് നിർത്താൻ നിന്നാ പിന്നെ തിരമാല അടങ്ങിയിട്ട് പിന്നെ സമുദ്രത്തിൽ ഇറങ്ങി മീൻ പിടിക്കാൻ പറ്റും. അങ്ങനെ കാത്തിരിക്കുന്ന മുക്കുവൻ വിഡ്ഢിയല്ലേ? മതം വിട്ട പെണ്ണിനും മതം വിട്ട പെണ്ണും മതം പൊട്ടിയ പെണ്ണും ആത്തലച്ചാലും പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് യുക്തിവാദികൾ മുഴുവനും നിരീശ്വരവാദത്തിന്റെ ബീജാവാദവും വിത്തും പേറി കേരളത്തിന്റെ മുക്കുമൂലകളിൽ ആംഗലേയ ഭാഷയുടെ തലക്കെട്ടോടുകൂടി സിംബോസിയം ഉണ്ടാക്കുമ്പോ ആ യുക്തിവാദികൾക്ക് മതം വിട്ട പെണ്ണിന്റെ മതം പൊട്ടിയ വാക്കുകൾ അലങ്കാരമാകുന്നെങ്കിൽ അവരോട് നമുക്ക് ചോദിക്കണം, ഈ മതവും ഈ ഖുർആനും ഈ ആത്മീയതയും ഇല്ലെങ്കിൽ വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം എന്താണ്? പറയും നിങ്ങൾ യുക്തിവാദികൾ മറുപടി പറയണം. എന്റെ മാതാവിനും പിതാവിനും ഇതുപോലെ മഴ കോരിച്ചെറിഞ്ഞ തണുപ്പുള്ള രാത്രിയിൽ അവർക്കൊന്ന് രസിക്കണമെന്ന് തോന്നിയപ്പോൾ അവർ കാട്ടിക്കൂട്ടിയ വിക്രിയയുടെ ഭാഗമായി അതിന്റെ അനിവാര്യമായ ഉപോൽപ്പന്നമായി എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നാമ്പെടുത്ത ഒരു മുളയാണ് ഞാൻ. എന്റെ വാപ്പയും ഉമ്മയും രസിച്ചതിന് പകരം ആ രസച്ചരടിന്റെ അവസാനത്തിന് അനിവാര്യമായ ഉപോൽപ്പന്നമാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് വാപ്പയോടും ഉമ്മയോടും കടപ്പാടില്ല എന്ന് പറഞ്ഞ യുക്തിവാദത്തിന്റെ ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ പേറിയാൽ വൃദ്ധസദനങ്ങൾ കുമിഞ്ഞുകൂടില്ലേ? യുക്തിവാദികളുടെ അവസ്ഥ എന്നാ? വാപ്പാക്കും ഉമ്മാക്കും രസിച്ചു, അപ്പൊ അതിന്റെ അനിവാര്യമായ ഉപോൽപ്പന്നമായി ഞാനുണ്ടായി, അതുകൊണ്ട് എനിക്ക് അവരോട് കടപ്പാടില്ല എന്ന് പറഞ്ഞ ചിന്തകൾ ആരുടെ മേലാണ് അടിച്ചേൽപ്പിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ വീടിനെ കുറിച്ച്. നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഫാത്തിമ പറക്കണ്ടേ? നമ്മുടെ മക്കള് ഫാത്തിമയാവണ്ടേ?
വേണം മനുഷ്യന്മാരെ? വേണ്ടേ? അതോ നിങ്ങൾക്കൊരു പ്രതീക്ഷയില്ലേ? ആവുന്ന ആർഭാടത്തിന്റെയും അശ്ലീലത്തിന്റെയും അരാജകത്വത്തിന്റെയും വക്താക്കളായി നമ്മുടെ പെൺമക്കൾ ചരട് പൊട്ടിക്കുന്നു. സ്കൂൾ വരാന്തകളിലും സ്കൂൾ വരാന്തകളിലും ഗ്രൗണ്ടുകളിലും നമ്മുടെ പെൺകുട്ടികളുടെ ഉന്മാദ നൃത്തങ്ങൾ നമ്മളെ അലോസരപ്പെടുത്തുന്നു. പലപ്പോഴും എന്റെ വാട്സപ്പിലെ കാസർഗോഡുള്ള ചെറുപ്പക്കാർ അയച്ചു തരും, ഉസ്താദേ ഇതൊന്ന് പറയണം, ഇതൊന്ന് പറയണം, ഇതൊന്ന് പറയണം. ആരോടാ പറയേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഫാത്തിമമാര് പിറക്കണ്ടേ? പിറക്കണോ വേണ്ടയാ? അങ്ങനെ പിറക്കണമെങ്കിൽ അള്ളാഹു പറഞ്ഞത് നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ ഉണ്ടാവണം. ചെയ്യൂലേ? ഞാൻ ആയത്തോടാ, നിങ്ങൾ ചെയ്യൂലേ? അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ വീട്ടിൽ ഫാത്തിമമാരുണ്ടാവണമെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഇസ്മായിൽ പിറക്കണമെങ്കിൽ, ഇബ്രാഹിം നബിയുടെ 2000 വർഷങ്ങൾക്കപ്പുറം യൂഫ്രട്ടീസ് നദിയുടെ തീരത്തുണ്ടായ കൊച്ചുകുടിലിൽ ഇസ്മായിൽ എന്ന പൊന്നുമോനെ രൂപാന്തരപ്പെടുത്ത ബൈത്ത് ഇബ്രാഹിം, അത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകണമെങ്കിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഏതെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅ്മുർ അഹ്ലക ബിസ്സലാ واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى. എന്നെ കേൾക്കാനെത്തിയ മാതാപിതാക്കളോടാണ് ഞാൻ ഈ പറയുന്നത്. ആദ്യത്തെ റോൾ മാതാപിതാക്കൾക്കാണ്. വാപ്പയ്ക്കും ഉമ്മയ്ക്കും ഒരു ചുമതലയുണ്ട്. എന്താ ചുമതല? നമ്മുടെ വീടിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ചുമതല ആർക്കാ? ഡ്രൈവറിന്. നമ്മുടെ വീടിന്റെ ഉള്ളിലെ കാര്യങ്ങൾ സമയാസമയം ചെയ്യേണ്ടതാരാ? ആരാ മനുഷ്യന്മാരെ ചെയ്യേണ്ടത്? ഇതിപ്പോ സമയമില്ലല്ലോ. അല്ലാഹുവേ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. സഹാബത്തിന്റെ വിധങ്ങളും ഇങ്ങനെ ഒട്ടകപ്പുറത്ത് പോകുമ്പോ അതാ ഒരു ചെറുപ്പക്കാരൻ തന്റെ കുതിരയെ ദ്രുതഗമനം ചെയ്ത് അതിന്റെ കടിഞ്ഞാണാഞ്ഞു വലിച്ച് റസൂലിനെയും മറികടന്ന് ദിദിയിൽ പായുകയാണ്. എന്തോ വല്ലാത്തൊരു അത്യാവശ്യമുള്ളതുപോലെ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ പാഞ്ഞു പോകുന്നത് കണ്ടപ്പോ ഹബീബായ നബി തങ്ങളെയും ഓവർടേക്ക് ചെയ്ത് കുതിരപ്പുറത്ത് ഇങ്ങനെ പാഞ്ഞു പോകുന്നത് കണ്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിൽ നിന്ന് വിളിച്ചു, യാ ജാബിർ, ഓ ജാബിറേ. എവിടേക്കാണ് ജാബിറേ? എന്നെയും മറികടന്ന് ദിദിയിൽ കുതിരയെ പായിക്കുന്നത്. ഹബീബായ നബി തങ്ങളുടെ വിളി കേട്ടപ്പോ ജാബിർ റളിയല്ലാഹു തആല കുതിരയെ നിർത്തിയിട്ട് തിരിഞ്ഞു നിന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ജാബിറേ എവിടേക്കാണ് നിന്റെ കുതിരയുമായിട്ട് ഓടുന്നത്? നബിതങ്ങളെയും മറികടന്ന് കുതിരപ്പുറത്ത് പാഞ്ഞു പോകാൻ. അപ്പൊ വിളിച്ചു, ജാബിറേ. ജാബിർ റളിയല്ലാഹു അൻഹു ആണ്. എവിടേക്കാണ്? അപ്പോഴാണ് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, എന്റെ വീട്ടിൽ എന്റെ ഭാര്യയും മക്കളും തനിച്ചിട്ടാണ് നബിയെ. അവർക്ക് ഞാനല്ലാതെ വേറൊരാള് വീട്ടിലില്ല. അത്യാവശ്യം കഴിഞ്ഞല്ലോ നബിയെ, യുദ്ധമൊക്കെ കഴിഞ്ഞല്ലോ. ഞാൻ പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു. നബിയെ, അത്യാവശ്യം കഴിഞ്ഞല്ലോ, എന്റെ വീട്ടിലെ ഭാര്യയും മക്കളും തനിച്ചിട്ടാണ്, എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, ഞാൻ നേരെ ഓടുകയാണെന്ന് അസ്ഹാബുൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ വാപ്പ എന്ത് ചെയ്യണം? അത്യാവശ്യം കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോണം. പണിയൊക്കെ കഴിഞ്ഞു വന്നു, വീട്ടിൽ വന്ന് കുളിച്ചു, ടൗണിലോട്ട് ഇറങ്ങി, മഗ്‌രിബ് പള്ളി വന്ന് നിസ്കരിച്ചു, ആളുകളെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? സയ്യിദ് ദുഖാനി കാജാബീഡിയും വലിച്ചവിടെ കറങ്ങി നടക്കരുത്, നേരെ വീട്ടിൽ പോകണം. എന്റെ മക്കൾ ഇന്ന് യാസീൻ ഓതിയിട്ടുണ്ടോ? എന്റെ വീട്ടിൽ ഇന്ന് സലാത്ത് നിർവഹിച്ചിട്ടുണ്ടോ? എന്റെ പെൺമക്കൾ ഇന്ന് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നോക്കേണ്ട ചുമതലയാർക്കാ? വാപ്പാക്ക്. വാപ്പ ഇവിടെ വാട്സപ്പിൽ മേല് ഇതാണ് വാപ്പാന്റെ കളി. അപ്പുറ ഫേസ്ബുക്കിൽ ഉമ്മായും. ഈ ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതാരാ? വാപ്പയല്ലേ? വാപ്പ അത്യാവശ്യം കഴിഞ്ഞാൽ വീട്ടിൽ പോവണ്ടേ?
ആ ചരിത്രത്തിന് ഒത്തിരി മറുപുറം ഇൻഷാ അല്ലാഹ് പിന്നീട് ഖലീൽ ഉദവി വാന്ന് പറയുമ്പോൾ പറഞ്ഞു. കാരണം എന്റെ വിഷയത്തിലോട്ട് എനിക്ക് എത്താൻ പറ്റില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അത് വാപ്പയുടെ ദൗത്യമാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കളെ, വാപ്പമാരെ, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബക്കാരോട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അവരോട് 5 നേരം കൃത്യമായി നമസ്കരിക്കാൻ പറയണേ. അവര് നമസ്കാരം നിന്റെ ഭാര്യയും നിന്റെ പെൺമക്കളും ആൺമക്കളും പള്ളിയിൽ ബാങ്ക് വിളിച്ചാൽ അവര് വീട്ടിലും പള്ളിയിലുമായി നമസ്കാരം നിർവഹിക്കുന്നെന്ന് ഉറപ്പുവരുത്തണം. അത് റമളാനിന് മാത്രമല്ല, റബീഉൽ അവ്വൽ 12 ദിവസമല്ല. മരണം വരെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തിരുന്ന് നിങ്ങളുടെ പെൺമക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ. എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാർ ഇത് നിസ്സാരമായി കരുതിയാൽ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കൾ നിസ്കരിക്കുന്നുണ്ടോ? നമ്മുടെ ഭാര്യമാര് നിസ്കരിക്കുന്നുണ്ടോ? അവളെ തലമറച്ച് മുമ്പോട്ട് പോകുന്നുണ്ടോ? ഇതൊരു വാപ്പ പൂർണ്ണമായി നിരീക്ഷിക്കുകയും അതിനെ ഗൗനിക്കുകയും ചെയ്യുമ്പോഴാണ് ഫാത്തിമമാരുണ്ടാവുക. അറിയുമോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന് പെൺമക്കളെ വലിയ ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊന്നുമോളാണ് ഫാത്തിമ. ഫാത്തിമയെ കാണാതെ ഇരിക്കാൻ കഴിയില്ല റളിയല്ലാഹു അൻഹാ. വാപ്പാക്ക് ഫാത്തിമയെ കാണണം, ഫാത്തിമയ്ക്ക് വാപ്പയെ കാണണം. അല്ലാഹുവിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ നേരെ എതിർവശത്താണ് ഫാത്തിമ ബീവിയുടെ വീട്. എപ്പോഴും രാവിലെ എഴുന്നേറ്റാലുടനെ ഹബീബായ നബി തങ്ങൾ ജനാല തുറന്ന് ഫാത്തിമ എന്ന പൊന്നുമോളെ നോക്കും. അതേ സമയത്ത് ഫാത്തിമ എന്ന മോൾ തന്റെ വീടിന്റെ ജനാല തുറന്ന് തന്റെ വാപ്പയെയും നോക്കും. രാവിലെ എഴുന്നേറ്റാലുടനെ പരസ്പരം മുഖാമുഖം നോക്കി നിൽക്കുന്ന ചരിത്രത്തിന്റെ ഏറ്റവും ശോഭനമായ ഒരു പിതാവിന്റെയും മകളുടെയും സ്നേഹത്തിന്റെ കഥയാണ് ബൈത്തുൽ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂലിന്റെ മകളെ തന്റെ പ്രിയപ്പെട്ട ഫാത്തിമ അലി റളിയല്ലാഹു അൻഹുവിനെ കല്യാണം കഴിച്ചു കൊടുത്തു. രാവിലെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി മദീനത്തെ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്ന പ്രിയപ്പെട്ട ഉപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദ് നിസ്കരിക്കാൻ പോകുന്ന വഴിയിൽ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ വാതിൽ വന്ന് മുട്ടുമായിരുന്നത്രേ. യാ അലി യാ ഫാത്തിമ, ഓ അലിയേ, ഓ ഫാത്തിമ, നിങ്ങൾ 2 പേരും എഴുന്നേൽക്കണേ. നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ കൽബിലേക്ക് ചേർത്ത് പിടിച്ചോ. അലിയെ, ഫാത്തിമ എഴുന്നേൽക്കണേ. 2 റക്അത്ത് നിസ്കരിക്കണേ. വലൗ റക്അത്തൈനി ഖബല ഫജ്രി, അത് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരമാണെങ്കിൽ ശരി. ആരാണ് സഹോദരാ സുബഹി നിസ്കരിക്കാനല്ല, തഹജ്ജുദ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോ ഒരു പിതാവിന്റെ ആവലാതിയും വേവലാതിയും വിക്വലതയും വിഭ്രാന്തിയും നിറഞ്ഞ മനസ്സോട് കല്യാണം കഴിഞ്ഞു പോയ മോളുടെ വാതിലിൽ മുട്ടുമായിരുന്നു ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് ഹബീബായ നബി തങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകും. അവിടെ പോയി തഹജ്ജുദ് നിസ്കരിച്ച് ദുആയും കഴിഞ്ഞ് സുബഹിയുടെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും തിരിച്ച് തന്റെ പൊന്നുമോളുടെ വീടിന്റെ മുമ്പിലെത്തും. എന്നിട്ട് മദീന മുഴുവനെ നിശ്ചലമായി കിടന്നുറങ്ങിയ ഉണ്മപ്രഭാതത്തിന് മുമ്പ് തന്റെ മകളുടെ വീടിന്റെ മുമ്പിൽ വന്ന് മെല്ലെ ഇങ്ങനെ കാതോർത്തു നിൽക്കും. വീടിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദമോ കാൽ പെരുമാറ്റമോ കേൾക്കാതെ വരുമ്പോ രണ്ടാമത് നിന്ന് വാതില് മുട്ടിയിട്ട് വിളിക്കും, യാ അലിയാ ഫാത്തിമ, അലിയേ ഫാത്തിമ, അവതുസല്ലിയാവാനി അന്തുമാ, നിങ്ങൾ 2 പേരും നിസ്കരിച്ചിട്ടാണോ മോളെ കിടക്കുന്നത്? അങ്ങനെ
അങ്ങനെയുണ്ടല്ലോ, മക്കളെ വിളിച്ചിട്ട് വാപ്പ പള്ളിയിൽ പോയാൽ മക്കളപ്പ എഴുന്നേക്കും, പിന്നെ വീണ്ടും അവിടെ കിടന്നുറങ്ങും. മോളെ ഫാത്തിമ, അലിയെ രണ്ടുപേരെ നിസ്കരിച്ചിട്ടാണോ കിടന്നുറങ്ങുന്നത്? അതല്ല, നിസ്കരിച്ചില്ലേ ഫാത്തിമ? ലോക ചരിത്രത്തിന്റെ മാതൃകയല്ലേ ഇത്? അല്ലാഹുവിന്റെ റസൂല് വിളിക്കുകയാണ്, പൊന്നുമകളുടെ വാതിലിൽ മുട്ടി. സഹോദര, എന്തിനാണിത്? എന്റെ ഉപ്പമാരോടാണ് പറയുന്നത്. എന്റെ മകള് തലയിൽ തുണിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, അവൾ അന്യപുരുഷന്റെ കൂടെ ആടി തിമിർത്താലും നിനക്ക് പ്രശ്നമില്ല, അവളെ ആവാസം നടത്തിയാലും പ്രശ്നമില്ല. ആവല്ല മക്കളെ, ആവല്ല പിതാവേ, പോയിട്ട് മോളെ, നിന്റെ കല്യാണത്തിന് മുമ്പ് നീ തഹജ്ജുദ് നിസ്കരിക്കുമായിരുന്നല്ലോ, കല്യാണം കഴിഞ്ഞിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നത് മുടക്കിയോ മോളെ എന്നാശങ്കയോടെ മുട്ടി വിളിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് രണ്ടാമത് വാതിൽ മുട്ടിയപ്പോൾ വാതിൽ തുറന്നത് മരുമകനാണ്, മഹാനായ അലിയുൽ മുർത്തള. ഇവിടെ നോക്ക്, നിങ്ങൾ എന്നെ കേൾക്കണണ്ട? പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾ എന്നെ കേൾക്കണണ്ട? വാതിലിൽ പോയി മുട്ടി എഴുന്നേറ്റത് അലിയാണ്. ഇനി ഒന്നുകൂടി ചിന്തിക്ക്, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്റെ മോള് നല്ല രീതിയിലാണ്, ഇനി പുതിയാപ്പിള കൊള്ളാത്ത ആളായതുകൊണ്ട്, പുതിയാപ്പിള നിസ്കരിക്കാത്ത ആളായതുകൊണ്ടാണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുതിയാപ്പിള തന്റെ മകളെ നിസ്കരിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത പുതിയാപ്പിളയാണോ? ആണോ മനുഷ്യന്മാരെ? അല്ലല്ലോ. അലിയുൽ മുർത്തള യുദ്ധപ്പറമ്പിൽ ചിരിപ്പാഞ്ഞു വന്ന അസ്ത്രം തന്റെ പുറത്തുകൂടി തുളച്ചു കയറിയിട്ട് നെഞ്ചകം പിളർന്ന് വെളിയിലോട്ട് വരുമ്പോ അത് ഊരിയെടുക്കാൻ കൂട്ടുകാർ ശ്രമിക്കവേ വേദന കൊണ്ട് പൊളയുമ്പോ, സഹബാ ഈ അമ്പ് വലിച്ചൂരരുതേ, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ, അല്ലാഹുവിലെ സർവ്വതും ശ്രദ്ധ പതിപ്പിച്ചിട്ട് ഞാൻ നിൽക്കുമ്പോ, ആ സമയത്ത് നിങ്ങൾ എന്റെ നെഞ്ചകത്ത് തുളച്ചു കയറി അസ്ത്രം വലിച്ചൂരി എടുക്കണേ എന്ന് പറഞ്ഞ് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയപ്പോ, അല്ലാഹുവിൽ സർവ്വതും പ്രാപിച്ചു നിന്നപ്പോ, നെഞ്ചകത്തോട്ട് തുളച്ചു കയറി അസ്ത്രം വലിച്ചൂരി എടുത്തു കഴിഞ്ഞ് സലാം വെട്ടിയിട്ട്, സഹബാ എന്തേ നിങ്ങൾ അസ്ത്രം വലിച്ചൂരിയില്ലെന്ന് മറുപടി ചോദിച്ചാ, നമസ്കരിക്കാൻ കൈകെട്ടി നിന്നപ്പം നെഞ്ചകം തുളച്ചു കയറി അസ്ത്രം വലിച്ചൂരിയിട്ടറിയാതെ ആത്മീയതയിൽ ലയിച്ചു പോയ ലോകം കണ്ട ധീരനായ അലി റളിയല്ലാഹു തആല അൻഹുവല്ലേ, അനല്ലദീ സമ്മതിനി ഉമ്മി ഹൈദറാ കലൈദി ഗാബത്തിൻ കരീഹിൽ മൻളറാ. ആ വീരപുലി അലിയുൽ മുർത്തള റളിയല്ലാഹു തആല അൻഹു തന്റെ മകളെ, തന്റെ ഭാര്യയെ നിസ്കരിപ്പിക്കാൻ ശ്രദ്ധിക്കാതിരിക്കുമോ? ആ അലി റളിയല്ലാഹു തആല അൻഹുവാണ് വാതിൽ മുട്ടുന്നത്. കാരണം ബാപ്പാക്ക് സമാധാനമില്ല. എന്റെ പൊന്നുമോള് തഹജ്ജുദ് മുടക്കിയോ, അവളെ കല്യാണ ശേഷം അത് തുടരുന്നുണ്ടോ? ആ വേവലാതിയോടെ വാപ്പ വാതിൽ മുട്ടിയപ്പോ മരുമകനാണ് വാതിൽ തുറന്നത്. പുഞ്ചിരിയോടെ മരുമകൻ വാതിൽ തുറന്നു. അല്ലാഹു നമ്മുടെ വീടുകളെ ഇത്രമേൽ സ്നേഹത്തിന്റെ പാശത്തിൽ കൊയ്തെടുത്ത വീടുകളാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ പിതാവിനോട് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, എന്താ നബിയേ ഇങ്ങനെ വാതിൽ മുട്ടുന്നത്? നുഫൂസുനാ ബിയദില്ലാഹ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും റൂഹ് അല്ലാഹുവിന്റെ കയ്യിലല്ലേ, എന്റെയും ഫാത്തിമാന്റെയും റൂഹ് അല്ലാഹുവിന്റെ കയ്യിലല്ലേ. ഇൻഷാ അംസകഹാ വ ഇൻഷാ അർസലഹാ, അല്ലാഹു ഉദ്ദേശിച്ചാൽ അവൻ അതിനെ വിട്ടുതരും. അപ്പം ഞങ്ങൾ ഉറക്കത്തിൽ എഴുന്നേക്കും. എല്ലാം റബ്ബിന്റെ കയ്യിലല്ലേ. ഒരു തമാശ രൂപത്തിൽ പറഞ്ഞ അവൻ തന്നാലല്ലേ എഴുന്നേക്കാൻ പറ്റൂപ്പ എന്ന് തന്റെ ഭാര്യ പിതാവിനോട് തർക്കം പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പറഞ്ഞെന്നറിയോ? തന്റെ പുതിയാപ്പിളയുടെ തർക്ക വർത്തമാനം കേട്ടപ്പോ ഒരു ചെറു പുഞ്ചിരിയോടെ തിരിഞ്ഞു നടന്നിട്ട് നടന്നു പോകുന്ന വഴിയിൽ റിസാലത്തിന്റെ കൈകൊണ്ട് തന്റെ തൊടയിൽ ഇങ്ങനെ അടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് പിറുപിറുത്തുവത്രേ, വകാനൽ ഇൻസാനു അക്തറ ശൈഇൻ ജദലാ, അല്ലെങ്കിലും മനുഷ്യൻ തർക്കിക്കുന്ന കാര്യത്തിൽ മുമ്പന്തിയിൽ തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കി,
നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. പുതിയാപ്പിള വന്നിട്ട് പറയാ, അമ്മോശൻ കാക്കാട് ഇത് എന്തായത്, നിങ്ങൾ ഇങ്ങനെ വാതിലിൽ മുട്ടിയാല് ഞങ്ങളുടെ നഫ്സ് അല്ലാഹുവിന്റെ കയ്യിലല്ല, അവൻ വിട്ടു തന്നാലല്ലേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റൂ എന്ന് പാതിരാത്രിയിൽ ഭാര്യയോടൊത്ത് കിടന്നുറങ്ങുമ്പോ മുട്ടി എഴുന്നേൽപ്പിച്ച ഭാര്യാപിതാവിനോട് തർക്കവും നർമ്മവും സരസവും സരളവും ചേർത്ത് പറഞ്ഞു മരുമകൻ. ആ മരുമകന്റെ വർത്താനം കേട്ടിട്ട് പ്രഭാതം പൊട്ടിവിടരുന്നതിന് മുമ്പ് ആ മരുമകന്റെ ഭാര്യാപിതാവ് മെല്ലെ പുഞ്ചിരിച്ചിട്ട് കാലിൽ ഇങ്ങനെ അടിച്ചത്രേ. എന്നിട്ട് പിറുപിറുക്കാണ്, അല്ലെങ്കിൽ തർക്കിക്കണ കാര്യത്തിൽ മനുഷ്യനത്ര പുറകിലൊന്നും അല്ലല്ലോ. നിങ്ങളൊന്ന് ചിന്തിക്കുക സഹോദരാ. ദാ ഇവിടെ മകളെ കല്യാണം കഴിച്ച എത്ര ഉപ്പമാരുണ്ട് ഇല്ലേ? കല്യാണം കഴിച്ചു കൊടുത്തില്ലേ? നമ്മളൊക്കെ കൊടുത്തിട്ടുണ്ട്. രാത്രിയിൽ മകളുമായി കിടക്കുന്ന മരുമകന്റെ മണിയറയുടെ വാതിൽ മുട്ടിയാൽ പിറ്റേ ദിവസം പള്ളിക്കമ്മിറ്റിയിൽ തലാഖിന്റെ ചർച്ചയ്ക്ക് വരാൻ പറയല്ലോ വേണ്ട. എന്താ കഥ? അമ്മോശക്കാക്ക ശരിയല്ല, രാത്രി മകളുടെ കൂടെ കിടന്നുറങ്ങാൻ സമ്മതിക്കണില്ല. നിങ്ങൾ ചിരിക്കുന്ന മനുഷ്യന്മാരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈത്തപ്പന മരത്തിന്റെ ഓലയിൽ ചടഞ്ഞിരുന്ന് ഇന്നത്തെ ഫോർക്കുകൾ ഉണ്ടായിരുന്നില്ല, കറങ്ങുന്ന ഡൈനിങ് ടേബിൾ ഉണ്ടായിരുന്നില്ല, രമ്യഹർമ്മങ്ങൾ ഉണ്ടായിരുന്നില്ല, പുഴുങ്ങിയെടുക്കുന്ന ആട്ടിൻകൂട്ടം ഉണ്ടായിരുന്നില്ല. ഈത്തപ്പന മരത്തിന്റെ ഓലയിൽ ഇരുന്നിട്ട് ഒരു കാരക്ക എടുത്ത് കയ്യിൽ വെച്ച് അതിന്റെ കാരക്കയുടെ ചിന്തെടുത്ത് വായിലോട്ട് വെക്കാൻ നേരത്ത് എന്റെ മകള് ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി എന്ന് പറഞ്ഞ് കാരക്ക ഒരു കഷണം തന്റെ മകളുടെ വായിലേക്ക് വെച്ച് ആ കാരക്കയുടെ കുരുവെടുത്ത് നാവിൽ വെച്ച് അതിന്റെ സാന്നിധ്യത്തിൽ പച്ചവെള്ളം കുടിച്ചിട്ട് ദാഹം തീർത്ത ഒരു ഉപ്പാന്റെയും മകളുടെയും ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഇന്ന് അതിസമ്പന്നതയുടെ മട്ടുപ്പാവിൽ കിടന്നിറങ്ങുന്ന നമ്മുടെ വീട്ടിൽ ഒരു മകനെയും മരുമകളെയും ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയുമോ? എനിക്ക് കഴിയോ? വാപ്പ പറയാൻ, മോളെ നീ തഹജ്ജുദ് നിസ്കരിച്ചിട്ടാണോ കിടക്കുന്നത്? ഇന്ന് നമ്മുടെ മോൾ തലയിൽ തുണിയിട്ടില്ലേ? കാലം അങ്ങനെയല്ലേ കാളിയാരെ? നിങ്ങളിപ്പോ അത് വാത് പറയണേ? നിസ്സാരമല്ലേ നമുക്ക്? ഈ വീട്ടിലാണ് സമാധാനം കളിയാടിയത്. മോളെ ഫാത്തിമ, നീ ഉപ്പാന്റെ കയ്യിലായിരുന്നപ്പോ തഹജ്ജുദ് മുടക്കിയിട്ടില്ല. നിന്നെ കല്യാണം കഴിച്ചു പോയ വീട്ടിൽ നീ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടോ മോളെ എന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ പോകുമ്പോ സ്വന്തം മകളുടെ വീടിന്റെ വാതിലിൽ മുട്ടി നോക്കുന്ന ഒരു വാപ്പയെ നമ്മുടെ വീട്ടിൽ സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ വീട് വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകന, സക്കീനത്തിന്റെ ഭവനമാക്കി അല്ലാഹുനാക്കട്ടെ. ഈ വിഷയം വിശാലമാണ്, പറഞ്ഞു തീർക്കാനുള്ള ഒരു സമയം എന്റെ മുമ്പിലില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട്, അങ്ങ് അകലെ നിൽക്കുന്നവരൊക്കെ അടുത്തോട്ട് വന്നോളി. ഈ സദസ്സ് ഒരു ആത്മീയ നിർവൃതിയുടെ സദസ്സാണ്, അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പോഴും നിങ്ങൾ ചിന്തിക്കണം, ഇങ്ങോട്ടോ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? പോകാൻ ധൃതിയുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. നമ്മൾ പറയും, ഉസ്താദേ പ്രായപൂർത്തിയായ എന്റെ മോള് +2 ഡിഗ്രിയായി, അവളോട് ഞാനിനി പറഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും ഒരു അനിഷ്ടം തോന്നിയാൽ ഞാൻ അവളും തമ്മിലുള്ള ബന്ധം ഇല്ലാതാവും. അതുകൊണ്ട് ഞാൻ അവള് മുതിർന്നില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കണ്ണടയ്ക്കാനാണ് പതിവ്. എന്റെ പൊന്നു മക്കളെ, പാതിരാ സമയത്ത് ഭർത്താവിന്റെ ചാരത്ത് കിടന്നുറങ്ങുമ്പോ വാതിലിൽ മുട്ടി എഴുന്നേൽപ്പിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിച്ചോ മോളെ എന്ന് ചോദിച്ച വാപ്പയോട് ഈ മകള് പിന്നീട് പിണങ്ങിയോ? ഈ മകള് പിന്നെ ആ വാപ്പയോടുള്ള ബന്ധം വിച്ഛേദിച്ചോ? ഈ മകള് പിന്നെ ആ വാപ്പയെ മറന്നുപോയ കൽവിൽ നിന്ന് ഒരു ദിവസം ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ വീട്ടിലെ ചരിത്രം പറഞ്ഞാൽ എവിടെയാണ് പറഞ്ഞു തീരുക? ഉഖബാ തെരി ഗലീമേ യ ഉഖറാ തെരി ഗലീമേ, ദുനിയാവ് അങ്ങയുടെ പട്ടണത്തിലാണ് നബിയെ, ആഖിറവും അങ്ങയുടെ പട്ടണത്തിലാണ് നബിയെ. ഒരു ദിവസം ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങളുടെ അടുക്കലേക്ക് ഉപ്പയുടെ അടുക്കല് പാതി മുറിച്ച ഒരു റൊട്ടിയുമായി എത്തി. എന്റെ ഫാത്തിമ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, ഞാൻ
ഞാനിതെന്റെ കൈ കൊണ്ട് സ്വന്തം കൈ കൊണ്ട് മാവ് കുഴച്ച് ഞാൻ തന്നെ പരത്തിയെടുത്ത റൊട്ടിയാണിത്. ആ റൊട്ടി ഞാനും എന്റെ ഭർത്താവും കൂടി കഴിക്കാൻ പോയപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഓർത്തത് എന്റെ ഉപ്പ പട്ടിണിയിലായിരിക്കുമല്ലോ. എന്റെ ഉമ്മ മരണപ്പെട്ടു പോയതിനു ശേഷം ഖദീജ റളിയല്ലാഹു അൻഹ വിട പറഞ്ഞു പോയല്ലോ. എന്റെ വാപ്പയുടെ കാര്യം നോക്കാൻ ആരാണുള്ളത്? എന്റെ വാപ്പ പട്ടിണിയിലായിരിക്കുമോ? അതുകൊണ്ട് ഞാൻ അന്നം കഴിക്കാൻ പോയപ്പോ എന്റെ വാപ്പാനെ ഓർമ്മ വന്നിട്ട് ആ പത്തിരി പകുതി മുറിച്ചിട്ട് ഞാൻ എന്റെ ഉപ്പയ്ക്ക് കൊണ്ടുവന്ന് തന്നതാണ് ഉപ്പാ. അല്ലാഹു നമ്മുടെ പെൺമക്കളെ ഇങ്ങനെ ആക്കി തരട്ടെ. കോടതി വരാന്തകളിൽ കണ്ണുനീർ ചാലുകൾ ഒഴുകാതിരിക്കട്ടെ. ഒരു റൊട്ടി തിന്നാൻ പോയി മുറിക്കാൻ പോയപ്പോ എന്റെ വാപ്പ, എന്റെ കല്യാണം കഴിഞ്ഞു, എന്നെ കല്യാണം കഴിക്കാൻ കഷ്ടപ്പെട്ട എന്റെ വാപ്പ, കടം വാങ്ങിച്ച എന്റെ വാപ്പ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമോ? എന്റെ വാപ്പയുടെ പട്ടിണി തീർന്നോന്നറിയാതെ ഞാൻ എങ്ങനെയാണ് ഈ പത്തിരി കഴിക്കുക? ആ പത്തിരി രണ്ടായി മടക്കി ഒടിച്ചു പകുതി കൊണ്ടുപോയി വാപ്പാടെ കയ്യിൽ കൊടുത്തു. ഉപ്പാ, എനിക്കിത് തിന്നാൻ മനസ്സ് വരുന്നില്ല, എന്റെ കുപ്പയ്ക്കൊരു കഷണമെങ്കിലും തരാതെ. ആ സമയത്ത് തന്റെ പൊന്നുമോളെ റിസാലത്തിന്റെ കൈ കൊണ്ടവളുടെ കഴുത്തിലൂടെ ഇട്ട് ചേർത്ത് പിടിച്ചിട്ട് ആ ഉപ്പ മോളുടെ ചെവിയിലും മെല്ലെ പറഞ്ഞു, പത്ര മോളെ ഫാത്തിമ, ഇന്നഹാദാ അവ്വലു തആമിൻ തആമു അബീകി മുൻദു സലാസത്തി അയ്യാം. 3 ദിവസത്തെ മുഴുപട്ടിണിക്ക് ശേഷം നിന്റെ വാപ്പ നാവിന് വെച്ച് രുചിക്കുന്ന ആദ്യത്തെ ഭക്ഷണം ഇതാണ് പൊന്നുമോളെ. 3 ദിവസമായിട്ട് നിന്റെ ഉപ്പച്ചി ഭക്ഷണം കഴിച്ചിട്ടില്ല. 3 ദിവസമായിട്ട് നിന്റെ വാപ്പ ശരീരത്തിന്റെ ഉള്ളിൽ ഒരു തുള്ളി ഭക്ഷണം പോയിട്ടില്ല. 3 ദിവസത്തെ മുഴുപട്ടിണിക്ക് ശേഷം നിന്റെ വാപ്പ കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണമനാണെന്ന് പൊന്നുമോളുടെ കാതിലും മെല്ലെ ആരും കേൾക്കാതെ സ്വകാര്യം പറഞ്ഞു നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. എത്രയേറെ ശകാരിച്ചിട്ടും വഴക്ക് പറഞ്ഞിട്ടും അതെന്റെ സ്വർഗത്തിന് വേണ്ടി എന്റെ വാപ്പ പറഞ്ഞതാണെന്ന് കരുതിയ ഫാത്തിമയെ ജനിപ്പിച്ച വീടേടാ. ആ വീടാണ് ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത്. ആ വീടിന്റെ ചുമരുകൾ പോലും ഖുർആന്റെ പരാമർശ വിധേയമായ ലോകചരിത്രത്തിലെ ഏറ്റവും പട്ടിണി കിടന്ന വീട്. അല്ലാഹു നമുക്ക് എല്ലാവിധ സകീനത്തും നൽകി നമ്മുടെ മക്കളെ സ്നേഹബന്ധങ്ങളിൽ ഊട്ടി ഉറപ്പിച്ച മക്കളാക്കി തരട്ടെ. അതുകൊണ്ട് സഹോദരാ, ദുആ ചെയ്തോളൂ പടച്ച റബ്ബിനോട്. അതുകൊണ്ടാണ് കണ്ണിയത്ത് ഉസ്താദിന്റെ പേരുള്ള ഈ അക്കാഡമിയിൽ വരുന്ന മക്കളോട്, അവര് നാളെ നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള വാതിലാണ്. കാരണം ദുനിയാവും ആഖിറവും അവരോട് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനമാണിത്. അല്ലാഹു നമ്മുടെ മക്കളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. بسم الله بدأ القال قال الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام. أحمد الله مسليا مسلما على أحمد والآل والأصحاب من للآل آل الصلاة والسلام. ഈ സലാത്ത് ഞാൻ എവിടെ നിന്ന് പഠിച്ചതെന്നറിയോ? ഇത് ഞാനൊരു ബുഖാരി ഓതിയിട്ട് പഠിച്ചതല്ല. എന്റെ കൊച്ചുനാളിൽ എന്റെ വീട്ടിൽ എന്റെ ഉമ്മ പാടിത്തന്ന് പഠിപ്പിച്ച സലാത്താണിത്.
എന്റെ ഉമ്മ ഒരു നാടൻ പെണ്ണ്, സ്കൂളിന്റെ പടിവാതില് കടന്നിട്ടില്ല, ഒരക്ഷരാഭ്യാസം നേടിയിട്ടില്ല. പക്ഷേ മൗലിദ് കിതാബ് മുഴുവനും മൂപ്പിലാത്തിക്ക് ഹാഫിളാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങളെ വളർത്താൻ വേണ്ടി കരിങ്കല്ല് ചുമന്നിട്ട് സന്ധ്യാസമയത്ത് അടുക്കളപ്പുറത്തിരുന്നിട്ട് വീട്ടിലെ കഞ്ഞി വെക്കുമ്പോ അപ്പുറത്തിരുന്നിട്ട് ഞങ്ങളോട് അടുക്കളയിലെ അന്നത്തെ അന്നത്തിന് തീ കൊളുത്തിയിട്ട് ഉമ്മ അവിടെ നിന്ന് മനോഹരമായി പാടിത്തരും ഞങ്ങൾക്ക്. ഞങ്ങൾ ഇപ്പുറത്തെ ഒരു ചെറിയ തിണ്ണയിലിരുന്നിട്ട് ഓല വീട്ടിലിരുന്നിട്ട് ഈ സ്വലാത്ത് ചൊല്ലിപ്പടിച്ചു. എന്റെ സഹോദരാ, കബീർ വാക്കബി എന്ന ഒരു മനുഷ്യനെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേൽപ്പിച്ചു നിർത്തിയത് എന്റെ ഉമ്മ എന്റെ ഗൃഹാന്തരീക്ഷത്തിൽ പഠിപ്പിച്ചു നിർത്തിയ ഈ നന്മയുടെ അധ്യായങ്ങളാണ്. ഇത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മുടെ മക്കൾ അങ്ങനെ ആയി തീരണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ ഉമ്മ എനിക്ക് പാടിത്തന്ന സ്വലാത്താണ് നിങ്ങൾക്ക് ഞാൻ പാടിത്തന്നത്. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞല്ലോ, ഒരു സദക്ക നമ്മൾ കൊടുത്താൽ പോലും മണ്ണിന്റെ അടിയിലേക്ക് മറഞ്ഞുപോയ മാതാപിതാക്കളുടെ കബറിടത്തിന്റെ വെളിച്ചമാണത്. അള്ളാഹുരുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു നമ്മളെ വളർത്തു വലുതാക്കിയവരുടെ സ്വർഗം അള്ളാഹു വാതിലുകൾ തുറന്നു കൊടുക്കട്ടെ. ഇന്നത്തെ നമ്മുടെ സദക്ക നമ്മുടെ ഉപ്പയെയും ഉമ്മയും നെഞ്ചിൽ ചേർത്തിട്ടാവാം. അള്ളാഹുർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ. ഈ മുത്തഅല്ലിമീങ്ങൾ ഒരു ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. 1-2 ആയത്ത് കൂടി പറഞ്ഞ് നമുക്ക് സ്വലാത്ത് ചൊല്ലി പിരിയാം. റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഈ ബക്കറ്റുമായിട്ട് നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ വരുന്നുണ്ട്. ബക്കറ്റ് ഒന്ന് കൊണ്ടുപോയി ഒരു നല്ല സദക്ക എല്ലാവരും ഒരു 10 മിനിറ്റ് കൂടി നിങ്ങൾ ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ് പറയും, ഇൻഷാ അല്ലാഹ് പറയും മനുഷ്യന്മാരെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. നന്മ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഏത് രോഗമുള്ളവരാണെങ്കിലും ആ രോഗത്തെ നീ ശമിപ്പിക്കണേ അല്ലാഹ്. ഏത് കടബാധ്യതകളുള്ളവരാണെങ്കിലും ആ കടബാധ്യത നീ മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഒരാൾ പോലും ഒഴിവാകരുത്. എല്ലാവരും ഒരു നല്ല സദഖ ഇന്നത്തെ ഈ ദുആ അല്ലാഹു സഫലമാക്കി തരട്ടെ. ഈ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. മാരകമായ രോഗങ്ങൾ പിടിപെടുന്ന ഈ ലോകത്ത് അല്ലാഹുവേ, ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളെ ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ പോലെയുള്ള മാരക രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ശരീരം കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. ശരീരം ചിതറിത്തെറിച്ചു പോകുന്ന അപകട മരണങ്ങളിൽ നിന്ന് റബ്ബേ ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. ഈ സദഖ ചെയ്യുന്ന സഹോദരങ്ങളെ സഹോദരിമാര് അവരുടെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. എല്ലാവരും നല്ല സദഖ ചെയ്യും. 11:30 മണി വെച്ചാൽ 12 മണിക്ക് നമുക്ക് പിരിയാം. അരമണിക്കൂർ ചില ഇരിക്കൂല. അതുവരെ ഞാൻ ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്കി, കൈയുള്ളവരൊക്കെ ഒന്ന് പൊക്കി താഴ്ത്തിയിട്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. തമാശ പറഞ്ഞ വിഷയത്തിന്റെ ഗൗരവം പോകും. എന്നാ ഉറക്കം നമ്മുടെ കണ്ണിൽ ഇങ്ങനെ മെല്ലെ നമ്മളോട് കാമുകിയെ പോലെ കഥ പറയുന്നുണ്ടോ? നടച്ചു പൂട്ടി ഉറങ്ങാൻ
അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും വെളിയിൽ നിൽക്കണവരൊക്കെ ഒന്ന് അകത്തോട്ട് വന്നോളി. ബഹുമാനപ്പെട്ട ഉസ്താദുണ്ട്, നമ്മുടെ ബഹുമാനരായ പണ്ഡിതന്മാരുണ്ട്. ഇന്നത്തെ രാത്രിയിലത്തെ ദുആ കബൂലാണ്, അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ പ്രതിജ്ഞ എടുക്കണം. എന്ത് സ്നേഹത്തോടെയും സമാധാനത്തോടെയും ഈ കൊച്ചു വീട്ടിൽ നമുക്ക് ഉറങ്ങണം. വേണ്ടേ? വേണ്ട മനുഷ്യന്മാരെ? എന്തുകൊണ്ട് ഈ വീടും ഈ ഭാര്യയും ഈ മക്കളും ഈ വാപ്പയും ഈ ഉമ്മയും ഈ ലോകത്ത് മാത്രമല്ലല്ലോ, നാളെ പരലോകത്തും ഇതേ ഭാര്യയും ഇതേ വാപ്പയും ഇതേ ഉമ്മയും ഇതേ മക്കളും ഇതേ കൂടപ്പുറപ്പും ഇതേ സാഹചര്യവുമായി നമുക്ക് ഒരുമിച്ച് കൂടണ്ടേ? വേണ്ടേ? ഇതേ ഭാര്യയെ തന്നെ ആഖിറത്തിൽ വേണ്ട, സ്വർഗത്തിൽ മിണ്ടണില്ല. ഈ അദാബ് ഇവിടെ തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് നടക്കണില്ല. ഇനി സ്വർഗത്തിൽ പോയി അവിടെ വരുമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് മനുഷ്യന്മാരാടപ്പ ഇതിനെ ഒഴിവാക്കാൻ പലരും ശ്രമിച്ചു. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ കുറെ നാളായിട്ട് പെണ്ണ് നോക്കണ, കല്യാണം കഴിക്കാൻ, കല്യാണം ശരിയാവണില്ല, ഒരു നല്ല പെൺകുട്ടിയെ കിട്ടാൻ എന്താ വഴി? ഞാൻ പറഞ്ഞു, മോനെ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ, സഅദ് സലമി അള്ളാഹിന്റെ പേരിൽ എല്ലാ ദിവസവും രാവിലെ ഒരു 3 യാസീൻ ഓതിയാൽ മതി. അവന് വലിയ സന്തോഷമായി. 3 യാസീൻ ഓതിയാൽ നല്ലൊരു പെണ്ണിനെ കല്യാണം കഴിക്കാലോ. സന്തോഷത്തോടെ ഇറങ്ങി അവനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനെ കെട്ടാൻ 3 യാസീൻ ഓതിയാൽ മതി, കെട്ടിക്കഴിഞ്ഞ് കുടുങ്ങിയാൽ പിന്നെ 3 ഖത്ത് ഓതിയാലും ഇത് ഒഴിവാകൂല. പിന്നെ 3 ഖത്ത് ഓതിയാലും ഇത് ഒഴിവാക്കാൻ വേണ്ടി പിന്നെ 30 ഖത്ത് ഓതിയാലും ഒഴിവാകൂല. സഹോദര, എന്തുകൊണ്ട്? അതല്ലേ ഖുർആൻ നമ്മോട് പറഞ്ഞ ഒരു സങ്കല്പം വലുതാണ്. ഒരു ഫാമിലി ക്ലാസ്സും അതിന് വേണ്ട, ഒരു കൗൺസിലിംഗുകാര് അങ്ങനെ പറയില്ല. ഖുർആൻ നമ്മോട് പറഞ്ഞത് ഈ ക്ഷണികമായ ലോകത്ത് മരിച്ചുപോയാൽ, ഭർത്താവ് സ്നേഹത്തോടെ ജീവിക്കുമ്പോ ഭർത്താവ് മരിച്ചുപോയി, ഭാര്യ ആ ഭർത്താവിന്റെ ഓർമ്മകളുമായി വീട്ടിൽ കാത്തിരുന്നു. ഇനി മരിച്ചുപോയ ഭർത്താവിനെ ഒരിക്കലും കണ്ടുമുട്ടാൻ കഴിയില്ലെങ്കിൽ ആ കാത്തിരിപ്പിന് എന്തർത്ഥമാവുള്ളത്? ഭാര്യ പോയി, എന്റെ മക്കളെ പ്രസവിച്ചു തന്നവൾ, രാത്രിയിൽ ഞാൻ വരുന്നതും കാത്ത് ഭക്ഷണം വിളമ്പി കാത്തിരുന്നവൾ, നൊമ്പരങ്ങൾ ഏറെ ഉണ്ടായിട്ടും എന്റെ മുമ്പിൽ ചിരിച്ചു നിന്നവൾ, ജീവിതത്തിന്റെ ദുരന്തങ്ങൾ സമ്മാനിച്ച ഭാവിയെ നോക്കി ഇരുൾമുട്ടിയ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കി ചാരിക്കടന്നിട്ട് എന്ത് ചെയ്യാം റബ്ബേ എന്ന് വിചാരിച്ചപ്പോ പുറകീന്ന് വന്ന് കഴുത്തിലൂടെ കെട്ടിപ്പിടിച്ചിട്ട് എന്തേ ഞാൻ എന്റെ മരണം വരെ കൂടെ എന്നെന്റെ കാതിൽ പറഞ്ഞെനിക്ക് താങ്ങായി തണലായി നിന്നവൾ, കാസർഗോഡ് നിന്ന് വയല് കഴിഞ്ഞ് തിരിച്ചാൽ വീട്ടിലെത്തുന്നത് വരെ അലാറം വെച്ച് എവിടെയെത്തി എന്ന് ചോദിച്ച് വീടിന്റെ വാതിൽപ്പടിയിൽ കാണുന്നത് വരെ സമാധാനമില്ലാതെ കാത്തിരുന്നവൾ. നമ്മളെന്തൊക്കെ തമാശ പറഞ്ഞാലും നമ്മുടെ പെണ്ണുങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ സമ്മാനങ്ങളാണ്. നമ്മളത് തമാശയായി പറഞ്ഞെങ്കിലും അവൾ നമ്മുടെ കൽവിന്റെ രാജകുമാരിയാണ്, അവൾ നമ്മുടെ കൽവിന്റെ കൂട്ടുകാരിയാണ്. രാത്രിയിൽ നമ്മുടെ മക്കൾ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞ് മലമൂത്ര വിസർജനം ചെയ്ത് കരയുമ്പോ ആ സമയത്ത് മോളെ കരയല്ല മോളെ, ഉപ്പ രാവിലെ മുതൽ ജോലി ചെയ്ത് വന്ന് ക്ഷീണിച്ചിട്ട് തളർന്നുറങ്ങുകയാണ്, രാവിലെ വീണ്ടും ഉപ്പ പോയാലേ ഇന്നത്തെ അന്നം കിട്ടൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഉറക്കം കളയാതെ ആ മക്കളുടെ മലമൂത്ര വിസർജനം കഴുകിക്കൊടുത്ത് താരാട്ടുപാടി ഉറക്കിയ നമ്മുടെ ഭാര്യ. ഏതെങ്കിലും ഭാര്യ പറഞ്ഞോ എഴുന്നേക്ക് കുട്ടിയുടെ മലമൂത്ര വിസർജനം കഴുകിട്ട് ഇയാൾ കിടന്നാ മതിയെന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് നിങ്ങളോട് പറഞ്ഞു? എന്നിട്ട് പിണങ്ങിയപ്പോ നമ്മൾ പറയാ, ഇന്ന് ഇവിടെ വെച്ച് പറയാം, കണക്കുകളൊക്കെ നമുക്ക് ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കാൻ. എന്ത് കണക്ക്? പള്ളിക്കമ്മിറ്റിയിൽ തലാക്ക് വന്നപ്പോ ഞങ്ങൾ തമ്മിൽ പിരിയാൻ പോവാൻ, ഇനി കണക്കുകൾ ഇവിടെ വെച്ച് പരസ്പരം പറഞ്ഞു പിരിയാം. ഏത് കണക്ക്? കല്യാണത്തിന് വിളമ്പിയ ബിരിയാണിയുടെ കണക്കോ? കരുത്തിലിട്ട ആഭരണത്തിന്റെ കണക്കോ? പൊടിപൊടിച്ച ലക്ഷങ്ങളുടെ കണക്കോ? ജീവിതത്തിൽ പകരം വെക്കാനില്ലാതെ ഈ കടപ്പാടിന്റെ കണക്കുകൾ എവിടെയാണ് നിങ്ങൾ പറഞ്ഞു തീർക്കുക? വാപ്പാന്റെ സ്വത്തിന് അവകാശം കൊടുക്കാത്തപ്പോ പള്ളിക്കമ്മിറ്റിയിൽ മോൻ പറഞ്ഞു, വാപ്പ എനിക്ക് സ്വത്ത് തന്നില്ല, ഇവിടെ വെച്ചിന് വാപ്പയെ ഞാൻ നോക്കൂല, ഇവിടെ വെച്ച് കണക്ക് പറഞ്ഞു പിരിയാം. ഏത് കണക്കടാ മോനെ?
വാപ്പയോടുള്ള ഏത് കണക്ക്? മോനെ, ഇന്നാണ് നിനക്ക് കോൺക്രീറ്റിന്റെ വീട് കിട്ടിയത്. അതിനു മുമ്പ് ജീവിതത്തിൽ ആദ്യം നീ കടന്ന ഒരു വീടുണ്ട്, ഒരു വാടക വീട്. 9 മാസവും 10 ദിവസവും നീ കടന്നുറങ്ങിയ ഉമ്മാന്റെ ഗർഭപാത്രം എന്ന ഒറ്റമുറി വാടക വീട്ടിലാണ് നീ കടന്നുറങ്ങിയത്. 9 മാസവും 10 ദിവസവും നീ കടന്നുറങ്ങിയ ഒറ്റമുറി വാടക വീടിന്റെ വാടക കൊടുത്തു തീർക്കാൻ ഒരു ജന്മം മുഴുവനും ആ പാദത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞാലും പകരമാവില്ലെങ്കിൽ ആദ്യം കടന്ന ഒറ്റമുറി വീടിന്റെ വാടക കൊടുത്തു തീർക്കാൻ കഴിയാത്ത മക്കളെ, നിങ്ങളാണ് വാപ്പാനോടുള്ള കണക്ക് തീർക്കുന്നത്? ലോകത്ത് നമ്മൾ കടന്ന ആദ്യത്തെ ഒരു വീടുണ്ട്, ഉമ്മാന്റെ ഗർഭാശയം. 9 മാസവും 10 ദിവസം അതിനകത്ത് കിടന്നത്. അതിന്റെ വാടക കൊടുക്കാൻ ഒരു ജന്മം മതിയാവും. എന്നിട്ട് നമ്മുടെ വീടുകളിൽ അശാന്തിയും വഴക്കും ശണ്ടയും മത്സരവും നടക്കുകയാണ്. സഹോദരാ, വേണ്ട. എന്തുകൊണ്ടെന്നറിയോ? ഇതോടെ അവസാനിച്ച ഒരു വീടല്ലല്ലോ. ഏതാ സൂറത്ത്? മനുഷ്യന്മാരെ, യാസീൻ ഓതാറില്ലേ? നമ്മുടെ യാസീനോത്ത് ഒരു അന്തം വിട്ട യാസീനോത്താണ്. അത് ഓതന കണ്ടാൽ നിർത്തുമ്പോഴാണ് ഇത് യാസീനാന്ന് ഓതുക. ഇടയ്ക്കൊന്ന് നിർത്തി പിന്നെ യാസീൻ അപ്പോഴാണ് ഇത് യാസീനാന്ന് മനസ്സിലാക്കുക. മയ്യത്തിന്റെ മുമ്പിൽ നിന്നിട്ട് നമ്മുടെ ഒരു യാസീനോ, ഇത് ആരെ കാണിക്കാനാണ്? ഒരു യാസീൻ ഓതിയാൽ വറത്തിലിൽ ഖുർആനെ തർത്തീല, അത് ഓതേണ്ടതുപോലെ ഓതാനല്ലേ? ഇതൊരു കാട്ടിക്കൂട്ടലാണ്. അവസാന ഇടയ്ക്ക് ഇതാണ് നമ്മുടെ യാസീന്റെ കഥ. ഇല്ല ഇല്ല. എന്താ യാസീൻ എന്നറിയോ? മരിച്ചിട്ട് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ ഉമ്മറപ്പടിയിൽ കിടക്കുന്നവനോട് നമ്മൾ ഓതിക്കൊടുക്കുന്നതല്ല. മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ മയ്യത്തിൽ കെട്ടിപ്പിടിച്ചു മക്കള് കരയുന്നുണ്ട്, ഉമ്മ കരയുന്നുണ്ട്. പിടിവിട്ട ഉമ്മയും പൊന്നുമോനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. ഉമ്മയുടെ നിലവിളി ആദ്യമായി കേട്ടത് മകൻ മരിച്ചപ്പോഴാണ്. അതേവരെ ഉമ്മയുടെ നിലവിളി ആരും കേട്ടിട്ടില്ല. 140 എല്ലുകൾ പൊട്ടിയാൽ ഏത് വേദനയാണോ അത് സഹിച്ചിട്ടാണ് എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചത്. ആ സമയത്ത് ഉമ്മാന്റെ നിലവിളി ആരും കേട്ടിട്ടില്ല. ഉമ്മാന്റെ നിലവിളി ഒച്ചത്തിൽ കേട്ടത് എന്റെ മയ്യത്തിന്റെ വീട്ടിൽ നിന്നിറക്കിയപ്പോഴാണ്. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. എന്റെ പൊന്നുമോനെ, ഇനി എന്നാണ് ഉമ്മാന്റെ മോനെ ഉമ്മ കാണുക എന്ന് പറഞ്ഞു പൊട്ടിക്കരയുന്ന ഉമ്മ. കെട്ടിപ്പിടിച്ചിട്ട് ഭാര്യ കരയുന്നുണ്ട്. ഇന്നലെ യാത്ര പറഞ്ഞു പോയതല്ലേ, എന്നോടൊന്ന് യാത്ര പറയാതെ എന്റെ ജീവിതത്തിന്റെ കൂട്ടുകാരാ, എന്നോടൊന്ന് യാത്ര പറയാതെ പോയല്ലോ. എന്റെ മക്കളെ യതീമീങ്ങളാക്കിയല്ലോ. എന്റെ പൊന്നുമക്കൾ വന്ന് എന്റെ മയ്യത്തിൽ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഉപ്പാ, കണ്ണു തുറക്കുപ്പാ, ഒന്ന് വിളി കേക്കുപ്പാ എന്നെ മക്കള് വിളിക്കുന്നുണ്ട്. ഫനാദാക്കൽ ഹബീബു ഫലം തുജിബുഹു വഖുർബുക ബിദ്ദുനിയാ സരീഉൽ ഇജാബതി. നിന്റെ മക്കള് വിളിച്ചാൽ പെട്ടെന്ന് നീ മറുപടി കൊടുത്തവനല്ലേ. ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞ് ഇന്ന് ഇവിടെ നിന്ന് പ്രസംഗം തീർന്നാല് ആദ്യം എടുത്തിട്ട് ഞാൻ നോക്കുന്നത് എന്റെ മൊബൈൽ ഫോണാണ്. വീട്ടിൽ നിന്ന് ഭാര്യ വിളിച്ചിട്ടുണ്ടോ, മക്കള് വിളിച്ചിട്ടുണ്ടോ? 2.5 മണിക്കൂർ എനിക്കൊരു ബന്ധവുമില്ലല്ലോ. ഒരു മിസ് കോൾ കണ്ടാൽ അപ്പ തിരിച്ചു വിളിക്കും. മോളെ എന്തിനാണ് വിളിച്ചത്, മോനെ എന്തിനാണ് വിളിച്ചത്? ഇതിനാണ് വഖദ് കുന്തു ഫിദ്ദുനിയാ സരീഉൽ ഇജാബതി. ഈ ദുനിയാവിൽ ഒരു വിളി കേട്ടാൽ പെട്ടെന്ന് നീ മറുപടി കൊടുത്തവനല്ലേ. പക്ഷേ നിന്റെ നെഞ്ചില് പൊട്ടിക്കരഞ്ഞിട്ട് നിന്റെ മക്കള് വിളിക്കുന്നുണ്ട്. ഉപ്പാ, കണ്ണു തുറക്കുപ്പാ. പെട്ടെന്ന് മറുപടി കൊടുത്ത നിനക്ക് നാവനക്കാൻ പറ്റുന്നില്ലല്ലോ. എല്ലാവരും നമ്മൾ
നമ്മുടെ ചുറ്റുഭാഗത്ത് നിന്ന് പൊട്ടിക്കരയുമ്പോ ഭാര്യ കരയുന്നുണ്ട്, മക്കള് കരയുന്നുണ്ട്, ഉമ്മ കരയുന്നുണ്ട്, ഉപ്പ കരയുന്നുണ്ട്. അപ്പോഴാണ് യാസീൻ ഓതുന്നത്. എന്താ പറയുക? മരിച്ചു കിടക്കുന്ന നമ്മുടെ അടുത്തിരുന്ന് പറയാണ്, ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. അവരും അവരുടെ ഭാര്യമാരും സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കട്ടിലിൽ സ്വർഗത്തിൽ ചാരിയിരിക്കും. മോനെ, മരണം കൊണ്ട് അവസാനിച്ചിട്ടില്ല. ഇതുകൊണ്ട് നിന്റെ ജീവിതം തീർന്നിട്ടില്ല. ഇനിയാണ് നിന്റെ ജീവിതം തുടങ്ങുന്നത്. ഈ പൊട്ടിക്കരയുന്ന ഭാര്യയും ഈ പൊട്ടിക്കരഞ്ഞ് വിലപിക്കുന്ന ഉമ്മയും വാപ്പയും നാളെ സ്വർഗത്തിന്റെ സ്വർണ്ണ നൂലുകൾ കൊണ്ട് നെയ്തുണ്ടാക്കപ്പെട്ട കട്ടിലില് നീ അവരെയും കൊണ്ട് ചാരിയിരിക്കുമെന്ന് യാസീനില് പറഞ്ഞു തന്നില്ലേ? ഏത് കട്ടിലാ? പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പായുമേ പറയണ്ട. നീ ഒന്ന് വിചാരിച്ചാൽ നിന്നെയും കൊണ്ട് പറന്നു നടക്കുന്ന കട്ടിലില് നമ്മുടെ ഭാര്യയും മക്കളുമായി നമുക്ക് ഒരുമിച്ച് കൂടാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. മരിച്ചവന്റെ മുന്നിൽ പറയാം, മോനെ തീർന്നില്ല കേട്ടോ. ഈ മരിച്ച് കരഞ്ഞവരൊക്കെ നിന്റെ അടുത്ത് വരും. എവിടെ? സ്വർഗത്തിൽ. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ? മനസ്സിലായ? നിങ്ങൾക്ക് മനസ്സിലാവണണ്ട. മാലക്കും ലാ തന്തികൂൻ. നിങ്ങൾക്ക് മനസ്സിലാവണണ്ട. എല്ലാവർക്കും മനസ്സിലാവൂല. അല്ല തന്നെ പറഞ്ഞ അങ്ങനെയാണ്, നന്നായി നന്ദി തരുത്തി അറിയുന്ന ആളുകൾ കലീലാണ്. കസീറോ വലാകിന്ന അക്തറഹും ലാ യഅലമൂൻ വലാകിന്ന അക്തറഹും ലാ യഅഖിലൂൻ വലാകിന്ന അക്തറഹും ലാ യഫ്ഖഹൂൻ. അല്ല പറഞ്ഞ അങ്ങനെയാണ്. കസീറിന് മിക്കപ്പോഴും ഒന്നും മനസ്സിലാവില്ല, കലീലിന് എപ്പോഴും മനസ്സിലാവുകയും ചെയ്യും എന്നാണ് ഖുർആന്റെ പ്രായോഗിക ശൈലി. അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ല, ഞാൻ നിങ്ങൾക്കൊരു തുടക്കം വെച്ച് തരികയാണ്. അവസാനിപ്പിക്കുകയല്ല. മരണം അവന്റെ സ്വപ്നലോകത്തേക്കുള്ള പ്രയാണത്തിന്റെ ജാലക വിരി തുറന്നിടുകയാണ്. അള്ളാഹു നമ്മളെ ഒരുമിച്ച് ഈ വീടെന്ന വാക്ക് വിഷയം ഈ ഒരു ആയത്തിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതുപോലൊരു വീട് നാളെ സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നൽകട്ടെ. പരമനുഷ്യന്മാരെ ഉറക്കെ പറയും. ഇവിടെ എങ്ങനെ 7ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഹിഫ്ള് മുതല തുടങ്ങുക? അല്ല, നേരെ കിതാബ്. ശരീഅത്ത് കോളേജ് ഹിഫ്ളില്ല. അതിപ്പോ ഒരു ട്രെൻഡാണ്. ഹാഫിളാക്കുക. ഹാഫിളായി കഴിഞ്ഞിട്ട് വീട്ടിൽ കഷത്തിൽ വെച്ചിട്ട് തന്നെ +1 കൊണ്ടുപോവുക. നമ്മുടെ കുട്ടികളെ ഹാഫിളാക്കാൻ നമ്മളെ നിയത്ത് ചെയ്താൽ, അബ്ബാസ് മുസ്ലിയാറിന്റെ 6666 അറിയിപ്പിച്ചിട്ടുണ്ട്. ഉസ്താദേ, നിങ്ങളുടെ വകല് കേട്ടപ്പോ തോന്നിയ തോന്നലാണ് മോനെ ഹാഫിളാക്കണം. ഹാഫിളായി അന്ന് നേർച്ചയാക്കിയത് 6666 നൽകിയിട്ടുണ്ട്. അബ്ബാസ് മുസ്ലിയാരെ, അവന് 4 കൂടിയാക്കണം. ഹാഫിള് മാത്രം മക്കളായിട്ട് ഒരു കഥയില്ല. അതിനെന്ത് കഥയുള്ളത്? ആ ഹാഫിള് ആലിമാകുമ്പോഴാണ് ആ നിയ്യത്ത് പൂർത്തിയാവുക. മക്കളെ ഹാഫിളീങ്ങളാക്കിയാൽ അവരെ ആലിമീങ്ങളാക്കിയേ മതിയാവൂ. ഇല്ലാത്ത വെറും ഹിഫ്ള് അപകടമാണ്. അവൻ പിന്നെ ഏറ്റവും വലിയ മുഫസ്സിറാവും കുറെ കഴിയുമ്പോ. അത് അപകടമാണ്. ഒരു ഹാഫിള് മാത്രമായി പിന്നെ +1 +2 പഠിച്ചു, ഡിഗ്രിയിൽ പോയി E=mc² എന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ സിദ്ധാന്തം പഠിച്ചു. പിന്നെ അവൻ മതം വിട്ട പെണ്ണാവും. അവൻ പിന്നെ ഖുർആൻ ഹാഫിളാണ്, അവൻ ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ തുടങ്ങും. ഇത് വലിയ അപകടമാണ്. ഹാഫിളാക്കിയാൽ ആലിമാക്കണം, ഇല്ലെങ്കിൽ ആ മാതാപിതാക്കൾ ചെയ്യണ വലിയ പാതകമാണ്. ഹാഫിളിനെ ആലിമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് ആ മക്കളുമായി നമുക്ക് ഒരുമിച്ചിരിക്കണം. എവിടെ? നമ്മുടെ വീട്ടിൽ. ആ വീട് എവിടെയാ? ഒരൊറ്റ ആയത്ത് ഞാൻ ഓതിത്തരാം. സൂറത്ത് റഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ഒരു വീടും കുടുംബവും നിങ്ങൾക്ക് സ്വർഗത്തിൽ വേണോ? വേണോ? വേണമെന്നുള്ളവരൊക്കെ കൈവക്കി, പെട്ടെന്ന് കൈവക്കോളി. 2 കൈയും പൊക്കി. ഇതെന്തോ മരച്ചീനയുടെ കാലിരിക്കണം. ഇങ്ങനെ താഴ്ത്തിയിടി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എവിടെയാണ് ആ വീട്? കൊതിച്ചോ സഹോദരാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജന്നത്തു അദീനിൻ യദ്ഖുലൂന
يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار. നാളെ സ്വർഗ്ഗത്തിലൊരു തോട്ടമുണ്ട്, ജന്നാത്തു അദിൻ. അതിന്റെ പേര് ഏദൻ തോട്ടം എന്നാണ്. ആ ഏദൻ തോട്ടത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? നമുക്ക് അല്ലാഹു വീട് തരുന്നത് എവിടെയാ? ഏദൻ തോട്ടത്തില്. നമ്മളിപ്പോ നല്ല വീടൊക്കെ മംഗലാപുരത്ത് പോണ വഴിക്ക് അരുവിയുടെ മുകളില് പുൽമേടുകളുടെ മുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വീട് വെക്കാറുണ്ട്. നല്ല കായലോരത്തുള്ള വില്ലക്ക് പൈസ കൂടുതലാണ്, പിന്നെ പൊളിച്ചു കഴിയുമ്പോ 40 ലക്ഷം നഷ്ടപരിഹാരം കിട്ടുകയും ചെയ്യും. കായലോരത്ത് വെച്ചതിന് മനോഹാരിത കൂടുതലാണ്, അല്ലേ? നമ്മളെപ്പോഴും ചിന്തിക്കുക, ഒരു അരുവിയുടെ താഴത്തൊരു നല്ല വില്ല, ഇച്ചിരി പൈസയൊക്കെ ഉള്ളവരെന്ത് ചെയ്യും? ഒരു സ്വസ്ഥമായിട്ട് താമസിക്കാൻ വേണ്ടി എറണാകുളത്തോ കൊച്ചിയിലോ ഒക്കെ ഒരു ചെറിയ വീടൊക്കെ എടുക്കുമ്പോൾ ഒരു കായലിന്റെ തീരത്ത് ഒരു പുല്ലൊക്കെ ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ അതാണ് ഏറ്റവും മനോഹരം, അല്ലേ? അല്ലേ മനുഷ്യന്മാര്? അള്ളാഹു നൽകുന്നതും അതുപോലൊരു വില്ലയാണ്. ഖുർആൻ സൂറത്ത് സഫ്. ومساكن طيبة وعد الله المؤمنين والمؤمنات جنات تجري من تحتها الأنهار. താഴ്വാരത്തുകൂടി അരുവികൾ കളകളാരവം മുടച്ചൊടുക്കുന്ന ഒരു വലിയ കുന്ന്. ഏതൊക്കെ അരുവികളാ? ഒരു ഭാഗത്ത് ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ വഅൻഹാറും മിൻ ലബനിൻ ലം യതഗയ്യർ തഅമുഹു വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ വഅൻഹാറും മിൻ അസലിൻ മുസഫ്ഫാ. ഒരു ഭാഗത്ത് പനിനീരിന്റെ പുഴ, ഒരു ഭാഗത്ത് കള്ളിന്റെ പുഴ, ഒരു ഭാഗത്ത് പാലിന്റെ പുഴ, ഒരു കാലത്ത് തേനിന്റെ പുഴ. പിടിയാടെ തന്നൊഴുകുന്നതാ പാരാറ്, പുഴ പോലെ തന്നതിലുണ്ടടോ കള്ളാറ്. മഹാനായ തഴവാ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ, കേരളം കണ്ട അക്ഷരലോകത്തിന്റെ കൂട്ടിയിണക്കിന്റെ രാജകുമാരൻ നിമിഷകവി തഴവാ ഉസ്താദ്. അത് തുഞ്ചൻ നമ്പ്യാരൊന്നുമല്ല. കുഞ്ചൻ നമ്പ്യാര് നിമിഷ കവിയാണ്. ജന്മിയുടെ പെണ്ണ് വന്നിട്ട് വിളിച്ച്, എടാ കുഞ്ചൻ നമ്പ്യാരെ മാറി നിൽക്ക്. നമ്പ്യാര് പിന്നെ തിരിച്ചു പകരം വീട്ടിന്നാണ്. ജന്മിയുടെ മോക്ക് വയറുവേദന വന്നു. നമ്പ്യാരുടെ അടുക്കൽ മരുന്ന് ചോദിച്ചു വന്നു. പണ്ടെടാന്ന് വിളിച്ചതിന് നമ്പ്യാര് 12 ഭാഷ എടിയെന്ന് വിളിച്ചു. മരുന്ന് പറഞ്ഞു കൊടുത്ത് അമ്മി കുരുന്നടി അലകിൻ പിടിയടി. അമ്മി കുരുന്നടി അലകിൻ പിടിയടി. അമ്മിയുടെ കുരുന്നെടുക്കടി പെണ്ണെ, അലകിന്റെ പിടിയെടുക്കടി പെണ്ണെ. 12 പ്രാവശ്യം ഒരു പ്രാവശ്യം എടാന്ന് വിളിച്ചതിന് തിരിച്ചടിച്ചു. ആര്? കുഞ്ചൻ നമ്പ്യാർ. അത്ര നിമിഷകവിയ. പക്ഷേ മലയാള ഭാഷയുടെ സൗകുമാര്യത്തെ കൂട്ടിയിണക്കിയ നിമിഷകവിയാരാ? കൊല്ലം ജില്ലയിലെ തഴവയില് അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. തഴവാ ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണേ, രോഗമാണ്. അപ്പം നാവിൽ നിന്ന് വന്നു, അസുഖങ്ങളൊക്കെയും മാറ്റണേ നീ മന്നവാ, പറയല്ല നീ എന്നോട് പോടോ പിന്നവാ. അതാണ് തഴവ. അസുഖങ്ങളൊക്കെയും മാറ്റണേ നീ മന്നവാ, പറയല്ല നീ എന്നോട് പോടോ പിന്നവാ. അല്ലാഹു അസുഖം മാറ്റണം, പോയിട്ട് പിന്നെ പറയുന്നത് ഇപ്പൊ തന്നെ ഇജാബത്തും തരണം. ഇതാണ് തഴവാ ഉസ്താദ്. കാസർഗോഡ് പൗവലൊക്കെ 12 ദിവസവും 40 ദിവസവും തഴവാ ഉസ്താദ് വാത് പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് വന്നിട്ട് തഴവാ ഉസ്താദ് പാട്ടുപാടി ഒരു പരമാർത്ഥമുണ്ട്. വളിന് പറ്റിയ നാട് കാസർഗോഡാ, കൂട്ടാന്റെ കാര്യം തമ്പുരാനെ പാടാ. തഴവാ ഉസ്താദ് പാടിയതാണ്, വളിന് പറ്റിയ നാട് കാസർഗോഡാ, കൂട്ടാന്റെ കാര്യം തമ്പുരാനെ പാടാ. ലോകം കണ്ട മഹാമനീഷിയാണ്. ആ മഹാമനീഷിയും ആരടി മണ്ണിലോട്ട് തിരിച്ചു പോയില്ലേ? ഖബറെന്ന വാക്ക് കേട്ടിട്ട് കരയാ നമ്മളെ പഠിപ്പിച്ച മഹാപണ്ഡിതൻ. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ. ഖബറെന്ന അക്ഷരം കേട്ടാൽ കരയണമെന്ന് പദ്യത്തിന്റെ ഈരടി കൊണ്ട് പഠിപ്പിച്ചു തന്ന മഹാമനീഷി. ആ മനുഷ്യന് ഖബറിന്റെ ഉള്ളിലല്ലേ അല്ലാഹു സ്വർഗീയ ദറജാത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. തഴവാ ഉസ്താദ് പറയാ, മരിച്ചു കഴിഞ്ഞിട്ടൊരു വീടുണ്ടടോ, ആ വീടാ
വീടാണ്. പിടിയാടെ തന്നൊഴുകുന്നതാ പാരാറ്, പുഴ പോലെ തന്നതിലുണ്ടോ കള്ളാറ്. കുടിക്കുന്ന ജലമിൽ ചേർത്തിടും കാഫൂറ, കലരാത്ത തേനൊലിക്കുന്നതാണ് അനാറ. നാല് ഭാഗത്തും കള്ളിന്റെ പുടയും പാലിന്റെ പുടയും പതപറഞ്ഞൊടുകുമ്പോ ആ പുൽമേടിന്റെ മുകളിൽ അല്ലാഹു നമുക്കൊരു വീട് തരും. ഏറ്റവും നല്ല ഒരു സുന്ദരമായ വീട് അല്ലാഹു നമുക്ക് നൽകും. ആ വീടെന്തെന്നറിയോ? ആ വീടിന്റെ അകത്ത് നിന്നാല് പുറം കാണാം, പുറത്ത് നിന്നാല് അകവും കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ, ആമീൻ പറ മനുഷ്യന്മാരെ. ഇതാണ് നമ്മുടെ വീടിന്റെ ആധാരശില. ആ വീടെന്നറിയോ? അതിലുള്ള മണ്ണും ചരലും മിസ്കും ജൗഹറ. പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറ. ആ വീടിന്റെ മുറ്റത്ത് വിരിച്ചിട്ടിരിക്കുന്നത് മരതക പവിടരത്നങ്ങളാണ്. മുറ്റത്തും പവിടവും രത്നവുമാണെങ്കിൽ പിന്നെ അകത്തെ കാര്യം പറയേണ്ടതുണ്ടോ? കൊച്ചുമ്മാക്ക് ഇത്ര സൗന്ദര്യം ഉണ്ടെങ്കിൽ പിന്നെ ഉമ്മാന്റെ അവസ്ഥ എന്താ? എന്ന് മുറ്റത്തിലാണെങ്കിൽ പിന്നെ അകത്തെ കാര്യം പറയേണ്ടതുണ്ടോ? സുബ്ഹാനല്ലാഹ്. റബ്ബേ, ഈ രാത്രി ഞങ്ങളുടെ സ്വർഗത്തിന്റെ രാത്രിയാക്കണേ റബ്ബേ. ഞാൻ അവസാനിപ്പിക്കുന്നു. കബീർ വാക്കവി വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്ന നിങ്ങൾക്ക് ചോയ്സ് തരികയാണ്. ആ വീട്ടിന്റെ ഉള്ളിലെ കയറുന്നവരാരൊക്കെയാ? യദ്ഖുലൂനഹാ, ആ വീട്ടിലെ അംഗത്വം ലഭിക്കുന്നത് വമൻ സ്വലഹ മിൻ ആബായിഹിം, നിങ്ങളുടെ സാലിഹീങ്ങളായ മാതാപിതാക്കൾ. അവിടുത്തെ മെമ്പർമാരെ എണ്ണി പഠിച്ചോളി. ഖുർആൻ സൂറത്ത് റഅദ്. വമൻ സ്വലഹ മിൻ ആബായിഹിം, നിങ്ങളുടെ സാലിഹീങ്ങളായ നല്ല നല്ല മാതാപിതാക്കൾ. അല്ലാഹു നമ്മുടെ ഉപ്പാനെയും ഉമ്മാനെയും അവിടെ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉപ്പ, നമ്മുടെ ഉമ്മ, അവരെയും വേണ്ടേ? ഇബ്രാഹിമിയോട് ചോദിച്ചാൽ പറയും, പണ്ട് കാലത്ത് കാളയിങ്ങനെ അടിച്ചിട്ട് കിട്ടിയ കതിരും കൊണ്ട് വന്ന് ഉപ്പ വീട്ടിലേക്ക് വന്ന് കയറുമ്പോ ഉമ്മയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മുടെ മോൻ ഉറങ്ങിയോ? ഉറങ്ങിന്ന് പറഞ്ഞാൽ തൊട്ടിൽ വന്ന് ഇങ്ങനെ പിടിച്ചിട്ട് മുഖത്ത് നോക്കി ഒരു മുത്തം തന്നിട്ട് കുളിക്കാൻ പോയ ഉപ്പാന്റെ ഒരു ചിത്രം നമുക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ കയ്യിൽ വെച്ചാൻ വെച്ച് തന്ന ഉപ്പ അവരവിടെ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ ഭാര്യമാരുണ്ടാവും, ഭാര്യമാരും ഭർത്താക്കന്മാരും ആ വീട്ടിലുണ്ടാവും. തീർന്നില്ല, നിങ്ങളുടെ പൊന്നുമക്കളും നിങ്ങളുടെ ഇടത്തും വലത്തും ഉണ്ടാകും. ഇങ്ങനെ വാപ്പയോടത്ത്, ഉമ്മയോടത്ത്, ഭാര്യയോടത്ത്, മക്കളോടത്ത് സ്വർഗത്തിന്റെ ഈ സുന്ദര വീട്ടിൽ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോ ഓരോ വാതിലൂടെയും നിങ്ങളോട് സലാം പറയാൻ നിങ്ങളുടെ സന്ദർശകരായി അല്ലാഹുവിന്റെ മലക്കുകൾ വരും. എന്നിട്ട് ആ മലക്കുകൾ നിങ്ങളോട് പറയും സലാമുൻ അലൈക്കും, അസ്സലാമു അലൈക്കും. അവരോട് പറയും, മലക്കുകൾ ആ വീട്ടിലേക്ക് വരും. എന്നിട്ട് പറയും, ഉസ്താദേ അസ്സലാമു അലൈക്കും. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. മഹാനവറുകളുടെ ദീനീ ഖിദ്മത്തുകൾ, ഈ സമൂഹത്തിന് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ, ഈ ഉലമാക്കൾ മുഴുവനും ചെയ്ത ദീനീ ഖിദ്മത്തുകൾ, നമ്മുടെ നൊമ്പരങ്ങൾ മനസ്സിലൊതുക്കി പിടിച്ചിട്ട് ഈ ഉമ്മത്തിന് കൊടുത്ത ഖിദ്മത്തുകൾ റബ്ബിനെ കാരണമാക്കി തരട്ടെ, കാരണമാക്കി തരട്ടെ. ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീന്റെ 60ാം വാർഷികത്തിന്റെ സന്ദേശ പ്രചരണ ജാഥ ഇന്നലെ സമാപിക്കുമ്പോ മഹാനായ കൊയ്യോട് ഉസ്താദ് പറഞ്ഞ ഒരു വാക്കുണ്ട്, മഹാനായ വാക്കോട് ഉസ്താദ് പറഞ്ഞ ഒരു വാക്കുണ്ട്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ സമസ്തയ്ക്ക് വേണ്ടി നടന്നതിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുആകളെ സ്വീകരിക്കട്ടെ എന്ന്. എന്തോ ഒരു വാക്കാണത്, എത്ര വലിയ വാക്കാണത്. അല്ലാഹു നമ്മളെ അവിടെ ഒരുമിച്ച് കൂട്ടട്ടെ. മലക്കുകൾ പറയും അസ്സലാമു അലൈക്കും. എന്നിട്ട് ആ മലക്കുകൾ പറയും അത്രേ, നിങ്ങളെല്ലാവരും കുടുംബസമേതം ഈ സ്വർഗത്തിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടാനുള്ള കാരണം ബിമാ സബർതും, നിങ്ങൾ ക്ഷമയോടെ ദുനിയാവിലെ വീട്ടിൽ ജീവിച്ചത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഈ ദുനിയാവില് ഏറ്റവും നല്ല വീട് ഈ ആഖിറത്തിൽ കിട്ടിയല്ലോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആ മഹാഭാഗ്യം നൽകണേ തമ്പുരാനെ. ആമീൻ പറയ്.
ആ സ്വർഗത്തിന്റെ വീട്ടിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണയല്ലാ. ഈ വീടിന് പകരം സ്വർഗത്തിന്റെ വീട് തരണയല്ലാ. ആ സമയത്ത് ഒന്നുകൂടി നമ്മളെല്ലാവരും ഇങ്ങനെ മഹിശറയിൽ ഇത് കാത്തു നിൽക്കുമ്പോ സ്വർഗത്തിലൊരു വൃക്ഷമുണ്ട്, തൂബാ വൃക്ഷം. അതിന്റെ ചുവട്ടിലിരുന്ന് കുറെ കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. അപ്പൊ ആളുകൾ ചോദിക്കും, ഇവിടെ ഹിസാബ് കഴിഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ എങ്ങനെയാണ് ഹിസാബില്ലാതെ സ്വർഗത്തിലെത്തിയത്? നിങ്ങൾക്ക് ഹിസാബില്ലല്ലോ. എല്ലാരും ഹിസാബിന് നിൽക്കുമ്പോ കുറെ ആളുകള്, കുറെ മുതിർന്നവരുണ്ട്, കുട്ടികളുമുണ്ട്. അവര് സ്വർഗത്തിന്റെ തൂബാ വൃക്ഷത്തിന്റെ ചുവട്ടിലിരിക്കുക. അപ്പൊ ആളുകൾ അത്ഭുതത്തോടെ ചോദിക്കും, നിങ്ങൾ ആരാ? അപ്പൊ ഹൂസിബത്ത് നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ? അപ്പൊ ഹൂസിബത്ത് നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ? അപ്പൊ ആ കുട്ടികളും വലിയവരും വിളിച്ചു ചോദിക്കും, ഏത് കാര്യത്തിനാണ് ഞങ്ങളോട് ഹിസാബ് ചോദിക്കേണ്ടത്? ഞങ്ങൾക്ക് ഹിസാബില്ല. അപ്പൊ അത്ഭുതത്തോട് ചോദിക്കും, ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോയ നിങ്ങളാരാ? അവര് പറയും, ഞങ്ങൾ ആരെന്നറിയോ? അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി അള്ളാന്റെ ഖുർആൻ പഠിച്ച ആലിമീങ്ങളും ഹാഫിളീങ്ങളുമാണ് ഞങ്ങൾ. ചീത്തയിലേക്ക് തെറ്റിപ്പോകുന്ന സമയത്ത് വിചാരങ്ങളെ മുഴുവനും മടക്കി നിർത്തി 10 വർഷക്കാലം ഞങ്ങളുടെ സഹപാഠികളും കൂട്ടുകാരും ലഹരി മരിച്ച് നടന്നപ്പോ ഒരു ദർസിൽ വന്നിട്ട് അള്ളാന്റെ ഖുർആൻ നിവർത്തി വെച്ച് സുബഹി മുതൽ ഇശാ വരെ റബ്ബിന്റെ ഖുർആൻ പഠിച്ചിട്ട് ഞങ്ങളുടെ വികാരങ്ങളെ പിടിച്ചു നിർത്തി അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ച മുത്തഅല്ലിമീങ്ങളാണ് ഞങ്ങൾ. അപ്പൊ ഈ മുതിർന്നവരാരാ? അവര് ഞങ്ങളെ സഹായിച്ചവരാണ്, അവര് ഞങ്ങളുടെ മാതാപിതാക്കളാണ്. ആ ഇൽമു പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ അവര് ഞങ്ങളെ സഹായിച്ചവരാണ്. അതുകൊണ്ട് അവർക്ക് ഹിസാബില്ലെന്ന് അവര് പറയുമെന്ന് ഹദീസുകൾ രേഖപ്പെടുത്തുന്നുണ്ട്.